ഹായ് ഫ്രണ്ട്സ്, സുരീഖ് PSC അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 PSC കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ ചോദ്യങ്ങൾ എത്രത്തോളം PSC പരീക്ഷകളിൽ ആവശ്യമുണ്ട് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. കാരണം വീണ്ടും വീണ്ടും ആവർത്തിച്ച് PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒറ്റ ക്ലാസ്സിൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഏവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 2024 നടന്ന ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വെച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, 18/1/2024 എക്സാം നടന്നത്. സോ അതിൽ നടന്ന ചോദ്യങ്ങൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഓക്കെ, കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? മാൻഡമാസ് ആണ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകാം. നമുക്കറിയാം, ഓക്കെ, ആ റിട്ടുകൾ എന്ന് പറയുന്ന 5 തരത്തിലുള്ള റിട്ടുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമാസ്, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, സെഷ്യോററി എന്നിങ്ങനെ 5 റിട്ടുകളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മാൻഡമാസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? നമുക്ക് തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യം, ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക്, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം, ഇവിടെ നമുക്ക് കൃത്യമായി നോക്കുമ്പോൾ ഓക്കെ ഏത് പ്രസ്താവനയാണ് ശരിയെന്ന് ചോദിച്ചാൽ നമുക്ക് ആമുഖ പ്രകാരം പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ആൻസർ ഏത് വരും? ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ അല്ലെ? നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സ്പീഡിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രസ്താവന വായിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന ഏതാണ്? രാജ്യത്തിന് വേണ്ടി. ഇവിടെ എന്താ നമുക്കറിയാം? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. അങ്ങനെ നമ്മുടെ എന്താണ് മൗലിക കടമയിൽ പറയുന്നില്ല. ഏതു പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. അങ്ങനെ പറയുന്നില്ല. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാര്യമാണ് പറയുന്നത് മൗലിക കടമകളിൽ. ഓക്കെ, എല്ലാ പ്രായത്തിലും പറയുന്നില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. അങ്ങനെയും പറയുന്നില്ല. ഓക്കെ, സോ 3 പ്രസ്താവനയും തെറ്റാണ്. സോ എന്താണ്? ഓൾ ഓഫ് ദി എബേ ആണ്. എന്ന് വെച്ചാൽ 1, 2, 3 എന്നീ പ്രസ്താവനകൾ തെറ്റാണെന്ന് വെച്ചാൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഈ 3 പ്രസ്താവനയ്ക്കും യാതൊരു ബന്ധവുമില്ല എന്ന് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം 11ാമത്തെ ഒരു മൗലിക കടമയുണ്ട്. അത് പറയുന്ന കാര്യം എന്താ? 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് എന്താണ് സൗജന്യ വിദ്യാഭ്യാസമുള്ള അവസരം നൽകുക എന്ന് 11ാമത്തെ മൗലിക കടമയിൽ പറയുന്നുണ്ട്. അത് മാത്രമാണ് ഇത് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കുന്ന ശരിയായ ഒരേ ഒരു മൗലിക കടമ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പ്രാധാന്യമുണ്ട്. കാരണം 11ാമത്തെ മൗലിക കടമയാണ്. കാരണം 42ാം ഭേദഗതിയിലൂടെ നമുക്കറിയാം 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത്. പിന്നെ 86ാം ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത്. ഓക്കെ അല്ലെ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പൊ പ്രസ്താവന 1 ഇതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം സബ് കമ്മിറ്റികളൊക്കെ ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ പറയുമ്പോൾ എന്ത് തന്നെയാണ്? 8 കമ്മിറ്റികളാണ് പ്രധാനമായി ഉണ്ടായിരുന്നത്. ശരിയായ പ്രസ്താവനയാണ്.
ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു, വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റി തന്നെയായിരുന്നു. ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയും. ഓക്കെ, ഇനി 3, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. തെറ്റാണ്, ഞാൻ പറഞ്ഞു എന്താണ്, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. സോ 1, 2 എന്നീ പ്രസ്താവനകളാണ് ശരി. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ C ആണ് വരുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ കൂട്ടുകാരെ, ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പരമാവധി സമയം കുറച്ച് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ചു പോകുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ കൂട്ടുകാരെ, ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാനപ്പെട്ട 8 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി തന്നെയായിരുന്നു ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു അല്ല, മറിച്ച് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അതിന്റെ ചെയർമാൻ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അത് വീണ്ടും അതേ ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയാണ്, വളരെ ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ, അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 3, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു, വളരെ സുതാര്യമായിരുന്നു. നമ്മൾ പാർലമെന്റിൽ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ സുതാര്യമായ രീതിയിലുള്ള ചർച്ചയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്നത്. സോ 3 പ്രസ്താവനയും ശരിയാണ്. സോ ആൻസർ ഏത് വരും? ആൻസർ D ആണ് അല്ലെ? അപ്പൊ 3 പ്രസ്താവനയും ശരിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ, അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇവിടെ നടന്ന ചർച്ചകൾ എന്ന് പറയുന്നത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ സുതാര്യമായിട്ടുള്ള ചർച്ചയാണ്. അവിടെ ധാരാളം അമെന്റ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അത് വളരെ വിലയോട് തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഓക്കെ അല്ലെ? ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 6ാമത്തെ ചോദ്യം എന്താണ്? കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ട ആശയങ്ങൾ ചുവടെ ചേർക്കുന്നു. ശരിയേത്? ഓക്കെ, കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ചുവടെ ചേർത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലെ? അപ്പൊ കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അർത്ഥ ഫെഡറൽ സമ്പ്രദായം, അത് കനേഡിയൻ ഭരണഘടനയാണ്. അർത്ഥ ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത് കനേഡിയൻ അല്ലെങ്കിൽ കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ഓക്കെ അല്ലെ? ഓക്കെ, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടുന്നാണ്? ഈ പറയുന്ന കാനഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ കാനഡയിലെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. നിർദ്ദേശിക തത്വങ്ങൾ അല്ല, നമുക്കറിയാം. നിർദ്ദേശിക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശിക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. സോ 1, 2 എന്നീ പ്രസ്താവനകളാണ് ശരി. അപ്പൊ ആൻസർ ഏത് വരും? ആൻസർ D ആണ്. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ D ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? 6 മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് PSC ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് ഈ ഒരു ചോദ്യത്തിന് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. മൗലിക കടമ, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശിക തത്വങ്ങൾ, പിന്നെ എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതി. ഇതിന് ഈ പറയുന്ന 4 നല്ല പ്രാധാന്യം കൊടുത്തു തന്നെയാണ് PSC ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നമുക്ക് ചൂഷണത്തിനെതിരായുള്ള അവകാശം ഉണ്ട്, മൗലിക അവകാശമാണ്. ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. ഓക്കെ അല്ലെ? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം എന്ത് തന്നെയാണ്? നമ്മുടെ ഒരു മൗലിക അവകാശമാണ്. അപ്പൊ ചൂഷണത്തിനെതിരായുള്ള അവകാശം നമുക്കറിയാം, ആർട്ടിക്കിൾ 23-ലും 24-ലും ഉണ്ട് അല്ലെ? ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം നമുക്ക് ആർട്ടിക്കിൾ 29-ലും 30-ലും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഇനി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, ഓക്കെ, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം നിലവിലൊരു മൗലിക അവകാശമല്ല. നമുക്കറിയാം, മൗലിക അവകാശ പട്ടികയിൽ നിന്നെടുത്ത് മാറ്റപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ അല്ലെ? സോ 1, 2 എന്നീ പ്രസ്താവനകളാണ് ശരി. അപ്പൊ ചൂഷണത്തിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ 22-ലും 23-ലും, ഒപ്പം തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 29-ലും 30-ലുമാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലെ കൂട്ടുകാരെ? നമുക്ക് നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.
എട്ടാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. പൊട്ടത്തെറ്റാണ്. ഇന്ത്യക്ക് ഔദ്യോഗികമായ മതമില്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. അത് ശരിയാണ്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, അല്ലെ? ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. സോ രണ്ടും മൂന്നും പ്രസ്താവനയാണ് ശരി, അല്ലെ? അപ്പൊ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്. ഒരു മതത്തെയും ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക. സോ ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. 2, 3 എന്നീ പ്രസ്താവനകളാണ് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ശരിയായി കാണാൻ സാധിക്കുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ഔദ്യോഗികമായി ഇന്ത്യക്ക് എന്തില്ല? മതമില്ല. ഓക്കെ അല്ലെ? ഓക്കെ, നമ്മൾ ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആ 9ാമത്തെ ചോദ്യം എവിടുന്നാ വരുന്നത്? LD ക്ലർക്ക്, അക്കൗണ്ടന്റ്, കാഷ്യർ എക്സെട്ര. ഓക്കെ, പ്രിലിമിനറി എക്സാം ആണ്, സ്റ്റേജ് 4. ഓക്കെ, അപ്പൊ അവിടെ ചോദിക്കപ്പെട്ട ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 9ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഈ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. അനുച്ഛേദം ഏതാണ്? 21A ആണ്. 21A ആണ്. 21A കമ്പൽസറി എഡ്യൂക്കേഷൻ പറയുന്നത്, അല്ലെ? 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഇവർ പറയുന്നത് ആർട്ടിക്കിൾ 21A. കുറച്ചു മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്. 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് എന്താണ്? സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കണം എന്ന് പറയുന്നത് എന്താണ്? അത് മൗലിക കടമയാണ്, അല്ലെ? 11ാമത്തെ മൗലിക കടമയാണത്. ഓക്കെ, അവിടെ നിർബന്ധമായി പറയുന്നില്ല. എന്താ പറയുന്നത്? അവർക്കൊരു അവസരം കൊടുക്കണം. എന്തിനു വേണ്ടി? വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം പേരൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. 11ാമത്തെ മൗലിക കടമയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ കൂട്ടുകാരെ? നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് ഏത് ഭാഗത്താണ്? ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ പറ്റി പറയുന്നത് ഏത് ഭാഗത്താണ് എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഭാഗം 4A ആണ്. ഒരു സംശയത്തിനും കാര്യമില്ല. മൗലിക കടമകളെ പറ്റി പറയുന്നത് എവിടെയാണ്? മൗലിക കർത്തവ്യങ്ങളെ പറ്റി പറയുന്നത് എവിടെയാണ്? ഭാഗം 4A 4A മൗലിക കടമകൾ. 4 എന്താ പറയുന്നത്? DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശിക തത്വങ്ങളെ പറ്റി പറയുന്നത് 4, പാർട്ട് 4. ഓക്കെ അല്ലെ? ഇനി പാർട്ട് 2 എന്താ പറയുന്നത്? സിറ്റിസൺഷിപ്പ് ആണ്, പൗരത്വമാണ്. പൗരത്വമാണ് എവിടെ പറയുന്നത്? പാർട്ട് 2 പറയുന്നത്. പൗരത്വമാണ് പാർട്ട് 2 പറയുന്നത്. ഓക്കെ അല്ലെ? മറന്നു പോകരുത്. പാർട്ട് 3 പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്ന ഭാഗമാണേത്? ഭാഗം 3 എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, നമ്മുടെ ഇവിടത്തെ ആൻസർ 4A മൗലിക കടമകൾ. ബാക്കിയുള്ള ഭാഗം പഠിച്ചു വെക്കണം. അത് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഇത്രയും ഭാഗങ്ങൾ അത് PSC ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ അല്ലെ? 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? വർഷം വിത്ത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. വിത്ത് ഡേറ്റ് തന്നെ PSC കൊടുത്തിട്ടുണ്ട്. 1993 ഒക്ടോബർ 12, അല്ലെ? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അല്ലെ? അത് പലപ്പോഴും PSC ചോദ്യം ചോദിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇനിയും വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെ? ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. 12ാമത്തെ ചോദ്യം അത്, അല്ലെ? 11 മനുഷ്യാവകാശമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്തത് ഏത് തന്നെ ചോദിക്കണം? വിവരാവകാശം ചോദിക്കണം. അപ്പൊ 12ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? അല്ലെ? വർഷം ചോദിച്ചാൽ ഡേറ്റ് ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 നമ്മൾ പഠിച്ചു. ഒക്ടോബർ 12 നമ്മൾ പഠിച്ചു. ഓക്കെ, അതിൽ ഒക്ടോബർ 12 അങ്ങ് ഓർത്ത് വെക്കണം. ഇത് രണ്ടും നിലവിൽ വന്ന ഡേറ്റ് നോക്കിയാൽ ഒക്ടോബർ 12. ഓക്കെ, വർഷത്തിലെ മാറ്റമുള്ളൂ. അപ്പം ഈ പറയുന്ന RTI ആക്ട് പ്രകാരം ഈ പറയുന്ന എന്താണ് കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്, വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്
ഒക്ടോബർ 12 2005 ഒക്ടോബർ 12. അപ്പൊ ഓർത്തിരിക്കുക, രണ്ട് കമ്മീഷനും ഏതൊക്കെ, ഈ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ അത് ഒക്ടോബർ 12 എന്നറിഞ്ഞിരിക്കുക. വർഷത്തിൽ മാത്രം വ്യത്യാസം. മനുഷ്യാവകാശ കമ്മീഷൻ 93-ലും വിവരാവകാശ കമ്മീഷൻ 2005-ലുമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അല്ലെ, ആ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എന്ന് പറയുന്നത് അനുച്ഛേദം 21 ആണ്. അല്ലെ, അനുച്ഛേദം 21 ആണ് ആ അവകാശത്തെ പറ്റി പറയുന്നത്. അനുച്ഛേദം 21 ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം 21. എമർജൻസി പീരീഡിൽ പോലും റദ്ദു ചെയ്യാത്ത അനുച്ഛേദമാണ് ഇത്. അനുച്ഛേദം 21 എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ പോലും എന്ത് ചെയ്യില്ല, അനുച്ഛേദം 21 റദ്ദു ചെയ്യില്ല എന്നറിഞ്ഞിരിക്കുക. അപ്പൊ വളരെ വളരെ പ്രധാനപ്പെട്ട അനുച്ഛേദമാണിത്. അനുച്ഛേദം 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. മനുഷ്യന് മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 14-ാമത്തെ ചോദ്യം എന്താ കൂട്ടുകാരെ? ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? അല്ലെ, നമുക്കറിയാം അത് ദേവനാഗരി ലിപിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഏതാ? ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള സത്യമേവ ജയതേ ദേവനാഗരി ലിപിയിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 14 ചോദ്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. 15-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മറ്റൊരു പരീക്ഷയിലെ ചോദ്യമാണ്. അല്ലെ, ഒറ്റ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ചോദ്യങ്ങളും ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് മെയിൻ എക്സാമിന്റെയാണ്, LGSന്റെ മെയിൻ എക്സാം ആണ്. ഓക്കെ അല്ലെ? അപ്പൊ സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? തുടക്കത്തിൽ ഇത്രയും ചോദ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായോ? ഈ പറയുന്ന മൗലികാവകാശങ്ങൾ, സ്വത്തവകാശം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ ചോദ്യം ഇപ്പൊ തന്നെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്, ഇനി പല തവണ അത് റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് കൃത്യമായി പഠിച്ചോണം. സ്വത്തവകാശം മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി എത്രയാ? 44-ാം ഭരണഘടനാ ഭേദഗതി വർഷം 1978. വർഷം കൂടെ പഠിച്ചു. ഓക്കെ, അപ്പൊ 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി. അതായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശം ഉണ്ടായിരുന്നു. സ്വത്തവകാശം എടുത്തു മാറ്റിക്കഴിഞ്ഞപ്പോ എത്രയായി? 6 മൗലികാവകാശങ്ങളായി കുറഞ്ഞു എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, ആ സ്വത്തിനുള്ള അവകാശം എവിടെ കൊണ്ടിട്ടു? ആർട്ടിക്കിൾ 300A കൊണ്ടിട്ടു. ആർട്ടിക്കിൾ 300A ഈ സ്വത്തവകാശത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ പറയുന്നത്. അല്ലെ, അതെന്താണ്? ഒരു ലീഗൽ റൈറ്റ് ആണ്. കോടതി വഴി നമുക്ക് ആ സ്വത്ത് വേണമെങ്കിൽ നമുക്ക് കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചാൽ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കാതിരിക്കും. ഓക്കെ, സോ 300A ആണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ആൻസർ ഏതാ? 44-ാം ഭേദഗതി വർഷം 1978. ശരിയാണോ കൂട്ടുകാരെ? നമുക്കിനിയും പോകേണ്ടത് 16-ാമത്തെ ചോദ്യമാണ്. 16-ാമത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. സോ ആ ഒരു കമ്മിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പൊ 3-ാമത്തെ ചോദ്യമാണ്. വെറും 16 ചോദ്യമായുള്ളൂ. അപ്പൊ 3-ാമത്തെ ചോദ്യം വീണ്ടും അത് ആവർത്തിച്ചു. ഓക്കെ, അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 7 അംഗങ്ങളാണ് എവിടെ ഉണ്ടായിരുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ കൂട്ടുകാരെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ വന്നു കഴിഞ്ഞു. 17-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? വേറെ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ലോകത്തിൽ തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന നമ്മുടെ സ്വന്തം ഭരണഘടനയാണ്, ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പൊ ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ഇന്ത്യൻ ഭരണഘടനയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ഓപ്ഷൻ ബ്രിട്ടൻ, ഈ ബ്രിട്ടനെ കിടപ്പുണ്ട്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടതല്ല. ഓക്കെ, ഇനി ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടന ഏതെന്ന് ചോദിച്ചാൽ US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടന. USA US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടന എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ കൂട്ടുകാരെ, ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് തന്നെയാണ്? ഇന്ത്യൻ ഭരണഘടനയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 18-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അല്ലെ, ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് പരമാവധി ചോദ്യങ്ങൾ തീർക്കണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ 18-ാമത്തെ ചോദ്യം ഇതാണ്,
ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന തത്വത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരമാധികാരം, സ്ഥിതി സമത്വം, ഓക്കെ, റിപ്പബ്ലിക്, അല്ലെ? ഈ ഒരു കാര്യങ്ങളൊക്കെ എവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഈ പറയുന്ന ആമുഖത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. മൗലിക അവകാശങ്ങൾ എന്ന കാര്യം എവിടെ പറയുന്നില്ല, ഈ പറയുന്ന ആമുഖത്തിൽ പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. കാരണം അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഏത്? മൗലിക അവകാശങ്ങൾ എന്ന് അറിഞ്ഞിരിക്കുക. സോ ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ 18ാമത് ഡി ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഉൾപ്പെടുത്തിയ ഏതൊക്കെയാ? പരമാധികാരമുണ്ട്, സ്ഥിതി സമത്വമുണ്ട്, റിപ്പബ്ലിക് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലെ? 19ാമത്തെ ചോദ്യം ഏതാ? വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. ഓക്കെ, 10/2/2024 നടന്ന എക്സാം ആണ്. ഓക്കെ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാം ആണ്. 2024 നടന്ന മറ്റൊരു എക്സാം ആണ്. ഓക്കെ, 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തതേത്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തതേത്? ആദ്യത്തെ ലിഖിത ഭരണഘടന. ആദ്യത്തെ ലിഖിത ഭരണഘടന. പെടാത്തതേത് അല്ല ചോദിച്ചിരിക്കുന്നത്? സവിശേഷതയിൽ പെടാത്തതേത്? ആദ്യത്തെ ലിഖിത ഭരണഘടനയല്ല, അല്ലെ? ആദ്യത്തേതേതാ? നമ്മുടെ US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു കൊടുത്തിരിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ്. 2 വർഷവും 11 മാസവും 17 ദിവസം അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ പഠിക്കണം? 2 വർഷവും 11 മാസവും 17 ദിവസം എന്ന് പഠിച്ചാൽ മതി. 17 ദിവസമാണ് നമ്മുടെ SCERT ബുക്കിൽ കിടക്കുന്നത്. 17 ദിവസം. ഓക്കെ, സോ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. സോ ആ പ്രസ്താവനയും തെറ്റാണ്. ഇപ്പോൾ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. ഇപ്പൊ ഭരണഘടനയിൽ 8 പട്ടികകളല്ല. എത്രയുണ്ട്? 12 പട്ടികകളുണ്ട്. നിലവില് ഭരണഘടനയിൽ 12 പട്ടികകളുണ്ട് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? സോ അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്? 1, 3, 4 അതിലെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. ഓക്കെ, അപ്പൊ പഠിച്ചോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. നിലവിൽ 8 പട്ടികയല്ല, നിലവിൽ വരുമ്പോൾ 8 പട്ടികയാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 12 പട്ടികകൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കൂടാതെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഓക്കെ, അപ്പൊ ഏത് ഭാഗത്താണ് ഇങ്ങനെ ആരംഭിക്കുന്നത് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. PSC ചോദ്യങ്ങൾ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്കും പൂർണ്ണമായി അർത്ഥമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എവിടെയാണ് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ആമുഖത്തിലാണ്. ആമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ് ഈ പറയുന്ന ആമുഖം ആരംഭിക്കുന്നത്. സോ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണെന്ന് അറിഞ്ഞിരിക്കുക. 20ാമത്തെ ചോദ്യത്തിന് ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. അപ്പൊ ഇത് PSC ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം എങ്ങനെ ചോദിക്കും? അതായത് ആമുഖം ആരംഭിക്കുന്ന വരി ഏത് എന്ന് PSC ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ, ഇപ്പൊ PSC പരീക്ഷകളിലെ പ്രസ്താവന ചോദ്യങ്ങൾക്കൊപ്പം കാണുന്നതാണ് ഇത്തരത്തില് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യങ്ങളൊക്കെ വരും, അല്ലെ? അപ്പൊ കൂട്ടുകാരെ, നമുക്ക് 21ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അത് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. നമുക്കറിയാം പ്രസ്താവന ചോദ്യങ്ങൾക്കൊപ്പം തന്നെ ഇപ്പൊ ചേരുംപടി ചേർക്കാനുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്, അല്ലെ? ഇച്ചിരി സമയം കൊല്ലിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ, പക്ഷെ നമുക്ക് കളയാൻ പറ്റില്ല. ബാലവേല നിരോധനം. ഓക്കെ, ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ്. ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24 ആണ്. നേരെ ഞാൻ എഴുതാം, സി എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഇവിടെ താഴെ എഴുതണം, അല്ലെ? താഴെയാണ് എഴുതുന്നത്, മുകളിലല്ല. ഓക്കെ, യെസ്. ഇനി സ്വത്തവകാശം നിലവിൽ കാണാൻ സാധിക്കുന്നത് എ ആണ്. ആർട്ടിക്കിൾ 300A സ്വത്തവകാശം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവസര സമത്വം കാണാൻ സാധിക്കുന്നത് ഡി ആണ്. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 16 അവസര സമത്വത്തെ പറ്റി പറയുന്നത്, അല്ലെ? സമത്വത്തിനുള്ള അവകാശത്തില് ആർട്ടിക്കിൾ 16 അവസര സമത്വത്തെ പറ്റി പറയുന്നത്. വിദ്യാഭ്യാസം മൗലിക അവകാശം കുറച്ചു മുമ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അത് ആർട്ടിക്കിൾ 21A ആണ്, അല്ലെ? അപ്പൊ എങ്ങനെ വരും? 1C, 2A, 3D, 4B അങ്ങനെ വരുന്നത് ഏതാണ്? ആൻസർ ബി ആണ്. ഇങ്ങനെ എടുത്തെഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അതിങ്ങനെ വരച്ചോണ്ടൊക്കെ
ചിന്തിക്കാതെ പെട്ടെന്ന് ഇതിന് നേരെ എഴുതുകയാണെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്യാൻ സാധിക്കും. 1 C കണ്ടോ, 1 C, 2 A, ഓക്കെ 3 D. അങ്ങനെ ആൻസർ ചെയ്യാനാണെങ്കിൽ സമയം കളയാതെ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പൊ ഇത്ര ആർട്ടിക്കിൾ പഠിച്ചോണേ. ഈ ആർട്ടിക്കിൾ എല്ലാം പ്രധാനപ്പെട്ടതാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 22ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 22ാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഇവിടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം എന്താ? ഏകീകൃത സിവിൽ നിയമം ആർട്ടിക്കിൾ 44 ശരിയായ ജോഡിയാണ്. അപ്പൊ ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ പഠിച്ചു വെച്ചോണം. ആർട്ടിക്കിൾ 44. മൗലിക കടമകൾ 51 എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. ഓക്കെ, സോ അപ്പൊ ആൻസർ ബി ആണ് വരുന്നത്. നമുക്ക് ശരിയായ ആൻസർ പഠിക്കണ്ടേ? 51A എന്ത് പറയുന്നത്? മൗലിക കടമകളെ പറ്റി പറയുന്നത്. കൃത്യമായി പഠിച്ചില്ലേ? തെറ്റിക്കത്തില്ലേ PSC? കണ്ടോ, 51 അല്ല 51 ഏതിന്? എയ്ക്ക് 51 മാത്രം ഇട്ടു. പെട്ടെന്ന് ഒറ്റ കാഴ്ചയിൽ നമുക്ക് ശരിയാണെന്ന് തോന്നും. ഓക്കെ, സോ മൗലിക കടമകളെ പറ്റി പറയുന്ന അനുച്ഛേദം 51A ആണ്. 51 അപ്പൊ എന്താ നമുക്കറിയാം അല്ലെ? ഈ ലോക സമാധാനത്തെ പറ്റിയൊക്കെ നമ്മുടെ മൗലിക കർത്തവ്യത്തിൽ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 അല്ലെ? ലോക സമാധാനം പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ? അതിനാവശ്യമായ മുൻകൈ കരുതൽ എടുക്കണം അല്ലെങ്കിൽ മുൻകൈ എടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത്. ഓക്കെ, ഹൈക്കോടതി റിട്ട് അധികാരം പറയുന്നു ആർട്ടിക്കിൾ 226. ഇവിടെ ഓർത്ത് വെച്ചോ, സുപ്രീം കോടതിക്ക് റിട്ട് അവകാശം കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ 32 പ്രകാരമാണ് എന്നുകൂടി പഠിച്ചു വെച്ചോ. ഹൈക്കോടതി 226. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 61 വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംപീച്ച്മെന്റ് അല്ലെ? അതായത് നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രപതിയെ പുറത്താക്കുന്ന നടപടിക്രമമാണ് ഇത് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. സോ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 61 ആണ്. ഇംപീച്ച്മെന്റ് റീസൺ എന്താണ്? വയലേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ ലംഘനമാണ് ഒരു പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ, വയലേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് രാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? യെസ്. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തതേത്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തതേത്? ഓക്കെ, നമുക്ക് നോക്കാം, പരിശോധിക്കാം. ഓക്കെ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ നേരിട്ട് പോകുന്നത് എങ്ങോട്ട് തന്നെയാണ്? സുപ്രീം കോടതിയിലേക്കാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ ആ തർക്ക പരിഹാരം സുപ്രീം കോടതിക്ക് സാധ്യമുള്ളൂ. അതൊരിക്കലും ഹൈക്കോടതികളിൽ ആ തർക്ക പരിഹാരം ഉണ്ടാകാറില്ല. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അതും ആര് തന്നെയാണ് തീർക്കുന്നത്? സുപ്രീം കോടതിയാണ് തീർക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയാണ് പരിഹരിക്കേണ്ടത്. അപ്പീൽ അധികാരം തെറ്റാണ്, തനതധികാരമല്ല. കാരണം അപ്പീൽ അധികാരം എപ്പോഴും അത് കേസ് എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് അപ്പീൽ പോകുന്നതാണ് അപ്പീൽ അധികാരം വരുന്നത്. ഹൈക്കോടതിയിൽ ചിലപ്പോൾ അതിന്റെ താഴെ കോടതിയിൽ നിന്ന് അപ്പീൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പീൽ അധികാരം എന്ന് പറയുന്നത് തനതധികാരമല്ല. ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം അത് ഈ പറയുന്ന സുപ്രീം കോടതിക്ക് മാത്രമല്ല ഉള്ളത്, ഹൈക്കോടതിക്കും ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. സോ തനതധികാരങ്ങൾ ഈ പറയുന്ന എയും ബിയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ആ തനതധികാരത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സിയും ഡിയുമാണ്. അപ്പൊ ആൻസർ ഏതാ? ആൻസർ എ ആണ്. അപ്പൊ ഇത് തനതധികാരം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? സുപ്രീം കോടതിക്ക് മാത്രമായിട്ടുള്ള അധികാരമാണ്. അപ്പൊ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങളും ഒപ്പം തന്നെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളും ഒക്കെ എവിടെയാണ്? സുപ്രീം കോടതിയാണ് ആ പറയുന്ന കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലെ? ഓക്കെ, കൂട്ടുകാർ 24ാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്ന യൂണിയൻ ലിസ്റ്റിൽ പെടാത്തതേത്? യൂണിയൻ ലിസ്റ്റിൽ പെടാത്തതേത്? ഓക്കെ, തുറമുഖങ്ങൾ, ഹൈവേകൾ, റെയിൽവേ അതെല്ലാം യൂണിയൻ ലിസ്റ്റ് ആണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാ അറിയാം. ഹൈവേ അല്ലെ, നാഷണൽ ഹൈവേസ് എന്നാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, റെയിൽവേ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. തുറമുഖങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, പൊതുജനാരോഗ്യം മാത്രമാണ് എവിടെ വരാത്തത്? യൂണിയൻ ലിസ്റ്റിൽ വരാത്തത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ബാക്കി 3 എവിടെ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. അതായത് 25ാമത്തെ ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. 25ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ചോദ്യമാണ്. മന്ത്രിമാരുടെ കൗൺസിലിലെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതിപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഓക്കെ, കണ്ടോ? മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതിപ്പെടുത്ത ഭരണഘടനാ ഭേദഗതി ഏതാ? 91ാം ഭരണഘടനാ ഭേദഗതിയാണ് എന്നറിഞ്ഞിരിക്കുക. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അതായത് ഒരു മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അവിടുത്തെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15%
ശതമാനത്തിൽ കൂടുതലാവാൻ പാടില്ല, അതിനകത്ത് വേണം നിൽക്കാനായിട്ട്. ഓക്കെ, അപ്പൊ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഈ മന്ത്രിമാരുടെ എണ്ണത്തിന്റെ 15% കൂടുതൽ ആവാൻ പാടില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർത്ത എന്താണ് ഭേദഗതിയാണ് ഇത് 91 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ കൂട്ടുകാരെ, കൂടെ 26ാമത്തെ ചോദ്യവും എന്താണ്, ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ് 26ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കുറച്ച് കമ്മിറ്റികൾ കൊടുത്തിട്ടുണ്ട്, ആ കമ്മിറ്റിയുടെ വർഷമാണ് കൃത്യമായിട്ട് ചേരുംപടി ചേർക്കേണ്ടത്. PK തുങ്കൻ കമ്മിറ്റി, വർഷം ഏതാണ്? 1989 ബി ആണ് ആൻസർ, അല്ലെ? അതിന് നേരെ വരേണ്ട ബി ആണ്. 1989 PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൽവന്ത് റായ് കമ്മിറ്റി എന്ന് പറയുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1957 അപ്പൊ ഡി വരണം. 1957 ബൽവന്ത് റായ് കമ്മിറ്റി വന്നിരിക്കുന്നത്. ഇനി അശോക് മേത്ത കമ്മിറ്റി 1977 1997 അങ്ങനെ വരുമ്പോൾ ഏത് വരണം? ഓക്കെ, ആൻസർ അതിന് നേരെ വരേണ്ടത് എ ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് LM സിംഗ്വി കമ്മിറ്റി, പോയിട്ട് ഏതേ ഉള്ളൂ, 1986 ഉള്ളെന്ന് അറിഞ്ഞിരിക്കുക, സി ആണ്. അപ്പോൾ പഠിച്ചു വെച്ചോണം. PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത് 1989, തെറ്റാണ്ടിരിക്കാൻ ഒരിക്കൽ എഴുതിത്തരാം. 1989. ബൽവന്ത് റായ് കമ്മിറ്റി 1957. ഓക്കെ, അശോക് മേത്ത കമ്മിറ്റി 1977. ദെൻ LM സിംഗ്വി കമ്മിറ്റി 1986. പഠിച്ചു വെച്ചോണം, മാറിപ്പോകരുത്. ഓക്കെ, PSC പരീക്ഷയിൽ ചോദ്യം വരാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് അടിക്കുന്നത്. കൃത്യമായി പഠിച്ചോണം കേട്ടോ. ഓക്കെ, യെസ്, ചേരുംപടി ചേർക്കാനുള്ള കഴിഞ്ഞു. അടുത്തത് 27ാമത്തെ ചോദ്യമാണ്. ഓക്കെ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആണ്. NCA എക്സാം ആണ്. 2ാം മാസം 13/2/2024 നടന്ന എക്സാം ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാം ആണ്. 27ാമത്തെ ചോദ്യം ഇതാണ്, ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ധനബില്ലിനെ സംബന്ധിച്ച ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? 109. ശരിയാണ്. ധനബില്ലുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ചോദിച്ചാൽ മനസ്സിലേക്ക് വരുന്ന അനുച്ഛേദം ഏതായിരിക്കും? 110 ആയിരിക്കും. ഓക്കെ, അപ്പൊ കുട്ടികൾ ഓർക്കും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോത്തേ ഉള്ളൂ. ധനബില്ലിനെ പറ്റി പറയുന്ന അനുച്ഛേദം 110 അല്ലേ? അല്ലെ, ധനബില്ല് 110 അല്ലേ? കറുപ്പിച്ചിട്ട് കാര്യമില്ല, കറുപ്പിക്കാതെ അങ്ങ് പോകും, പക്ഷെ തെറ്റിപ്പോകും. 109ലും 110ലും എന്തിനെ പറ്റിയാണ് പറയുന്നത്? ധനബില്ലിനെ പറ്റിയാണ് പറയുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. മണി ബില്ലിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് എന്താണ് മണി ബില്ല് എന്ന് പറയുന്നത്? 110ലാണ്. അതിന്റെ മറ്റു നടപടിക്രമങ്ങളെ പറ്റി എവിടെ പറയുന്നുണ്ട്? 109ൽ പറയുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. സോ 109 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ധനബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. ഇനി ധനബില്ലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 110 ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പം കൂട്ടുകാരെ തെറ്റാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ കൂട്ടുകാർ, 28ാമത്തെ ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഞാൻ ശരിയിടും, അല്ലാത്ത തെറ്റിടും കേട്ടോ. ഓക്കെ, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. പൊതുജനാരോഗ്യം കൺകറന്റ് ലിസ്റ്റിലല്ല, സംസ്ഥാന ലിസ്റ്റിലാണ്. ഓക്കെ, 2 മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ അല്ലെ? ഇനി തൊഴിൽ എവിടെയാ വരുന്നത്? അതും കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. വ്യവസായം, വാണിജ്യം കൺകറന്റ് ലിസ്റ്റിലല്ല ഉൾപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ മായം ചേർക്കൽ, തൊഴിൽ എന്നിവയാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. 2, 3 എന്നിവയാണ്. സോ ആൻസർ ഏതാ? ആൻസർ ബി ആണ് വരുന്നത്. അപ്പൊ കൂട്ടുകാരെ ലിസ്റ്റുകൾ പഠിക്കണം. ലിസ്റ്റുകൾ പഠിക്കുമ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് പഠിക്കണം. അതിന്റെ പ്രത്യേകതകൾ പഠിക്കണം. ഒപ്പം തന്നെ എന്തും പഠിക്കണം. ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. 1 മാർക്കാണ്. 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല, ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടുന്ന ഏതെന്ന് നോക്കണം. സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ വരുന്നതല്ല. വോട്ടർ പട്ടിക തയ്യാറാക്കൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്, ചുമതലയിൽ വരുന്നതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുമ്പോൾ ഓർത്തോണം ഏതാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് എപ്പോഴും പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുക. സോ പഞ്ചായത്ത് ഇലക്ഷൻ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഏത് മാത്രമാണ് ശരി? 2 മാത്രമാണ് ശരി. ആൻസർ ഏതാ? ആൻസർ ബി ആണ്. അപ്പൊ ഓർത്ത് വെച്ചോണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് PSC ചോദിക്കുന്നതെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകുന്നത്. ചുമ്മാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ അത്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ കൂട്ടുകാരെ, 30ാമത്തെ ചോദ്യം ഇതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. ഓക്കെ 1946 ഡിസംബർ 9. 46 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഓക്കെ അല്ലെ? അതായത് രൂപീകരിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചെങ്കിലും അതിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം നടന്നത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ അതാണ് 30ാമത്തെ ചോദ്യം. അവിടെ എന്താണ് നിങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട്, 46 ഡിസംബർ 9 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ 31ാമത്തെ ചോദ്യത്തിലടക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് PK തുങ്കനാണ്. തുങ്കൻ കമ്മിറ്റിയാണ്. 1989 PK തുങ്കൻ കമ്മിറ്റി നമ്മൾ ചേരുംപടി ചേർത്തപ്പോൾ കണ്ടതാണ് അല്ലെ? ഓർമ്മയുണ്ടോ? ഓക്കെ സോ 1989 വന്ന കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഏത്? PK തുങ്കൻ കമ്മിറ്റി. സോ ആൻസർ PK തുങ്കൻ കമ്മിറ്റിയാണെന്ന് അറിഞ്ഞിരിക്കുക. 32ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്. ഓക്കെ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഇവിടെ കൊടുത്തിരിക്കുന്ന നമുക്കറിയാം റിട്ടുകളാണ്. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്ക് ഹേബിയസ് കോർപ്പസ് ഉത്തരവ് ഇറക്കാൻ കഴിയും, കോവാറന്റ് ഉത്തരവ് ഇറക്കാൻ കഴിയും, സെഷ്യോററി ഉത്തരവ് ഇറക്കാൻ കഴിയും, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. ഓക്കെ അതുകൊണ്ട് 1ഉം 2ഉം 3ഉം ശരിയാണ് അറിഞ്ഞിരിക്കുക. സോ ആൻസർ ചെയ്ത് വരും, ആൻസർ സി ആണ്. അപ്പൊ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക, റിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ സോ ആൻസർ ഏതാ? ആൻസർ സി വരുമെന്ന് അറിഞ്ഞിരിക്കുക. 33ാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിർദ്ദേശിക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധം നിർദ്ദേശിക തത്വത്തിൽ ഉൾപ്പെടുന്നില്ല. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ആർട്ടിക്കിൾ 51 പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലെ? ഇനി ചൂഷണത്തിനെതിരായുള്ള അവകാശം അത് മൗലിക അവകാശമാണ്, നിർദ്ദേശിക തത്വമല്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ പരിസ്ഥിതി സംരക്ഷണം ഈ പറയുന്ന നിർദ്ദേശിക തത്വങ്ങളിൽ പറയുന്നുണ്ട്. എന്തിനെ പറ്റി? പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 48A ഉൾപ്പെടെ മറ്റു ആർട്ടിക്കിളിലും എന്ത് പറയുന്നുണ്ട്? ഈ പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി പറയുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അപ്പം ഏതൊക്കെയാ വരുന്നത്? 2ഉം 4ഉമാണ് വരുന്നത്. സോ ആൻസർ ഡി ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസർ ഡി ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ 2, 4 എന്നീ ആശയങ്ങള് നിർദ്ദേശിക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ 34ാമത്തെ ചോദ്യം ഇതാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഇത് എത്ര റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കിയേ. 34ാമത്തെ ചോദ്യം ആയതേ ഉള്ളൂ. 3 പ്രാവശ്യം കണ്ട് ഈ ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് മുൻവർഷ ചോദ്യങ്ങളുടെ പ്രാധാന്യം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഓക്കെ പഠിച്ചോണം കേട്ടോ. ഓക്കെ അപ്പൊ നമുക്കറിയാം സ്വത്തവകാശം മൗലിക അവകാശ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാ? 44ാം ഭരണഘടനാ ഭേദഗതി. മനസ്സിലേക്ക് വർഷം വരട്ടെ, കാരണം നേരത്തെ ഞാൻ പറഞ്ഞതാണ്. 44ാം ഭരണഘടനാ ഭേദഗതി വർഷം 1978-ലാണ് ഈ പറയുന്ന സ്വത്തവകാശം എന്ന് പറയുന്ന അവകാശം എവിടുന്ന് മാറ്റിയത്? മൗലിക അവകാശ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റിയത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ അടുത്തത്. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം അംഗീകരിച്ചത്. കണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യം. ഓക്കെ ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാ 2019 ഓഗസ്റ്റ് 5-നാണ് ഏത്? ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം അംഗീകരിച്ചത്. ആര്? ഈ പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. 2019 ഓഗസ്റ്റ് 5-നാണ് അംഗീകരിച്ചതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? ഓക്കെ ഇനി അടുത്ത പരീക്ഷയിലേക്ക് കടക്കുന്നു. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയാണ്. സിവിൽ എക്സൈസ് ഓഫീസർ. ഓക്കെ 17/2/2024 നടന്ന എക്സാം ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ കൂട്ടുകാരെ 36ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് അല്ലെങ്കിൽ ഏവ കണ്ടെത്തണം. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന് നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. അത് ശരിയാണ്. ഓക്കെ ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 നടന്ന ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു പോയിന്റ് ആണ്, പഠിച്ചു വെച്ചോണേ. ഇനി 2 ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്.
ആ പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരിയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ലക്ഷ്യപ്രമേയം അല്ലെ, ലക്ഷ്യപ്രമേയം പറഞ്ഞ് ജനുവരിയിൽ നടന്ന സമ്മേളനത്തിൽ അത് അംഗീകരിച്ചു, ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ഓക്കെ, അത് ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. 1947 ജനുവരി 22, ഡേറ്റ് കൃത്യമായി പഠിച്ചു വെച്ചു. 1947 ജാനുവരി 22 പഠിച്ചു വെച്ചു. ഓക്കെ, ഇനി ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു അല്ലെ. എത്ര മണ്ടൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നാലാമത്തെ പ്രസ്താവനയാണ് അവിടെ തെറ്റായിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ ഏത് വരും? ആൻസർ 4 മാത്രമാണ്. ബി ആണ് ആൻസർ വരുന്നത് അല്ലെ, 4 മാത്രമാണ്. കാരണം ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് തന്നെ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലക്ഷ്യപ്രമേയത്തെ ഐക്യകണ്ഠേന അംഗീകരിക്കുകയാണ് ചെയ്തത്. യാതൊരു എതിർപ്പും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആരും എതിർക്കാതെ ഐക്യകണ്ഠേനയാണ് ഈ പറയുന്ന ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ചത്. അതുകൊണ്ടൊരു പ്രസ്താവന വരികയാണ്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഇന്ന അംഗം ലക്ഷ്യപ്രമേയത്തെ എതിർത്തിരുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ പേര് പറഞ്ഞിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എതിർത്തിരുന്നു, കെ എം മുൻഷി എതിർത്തിരുന്നു, ഓക്കെ, ഇല്ലെങ്കിൽ അല്ലാടി കൃഷ്ണസ്വാമി എതിർത്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു അംഗത്തിന്റെ പേര് പറഞ്ഞിട്ട് എതിർത്തു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, ആ പ്രസ്താവന തെറ്റായിരിക്കും. കാരണം ലക്ഷ്യപ്രമേയത്തെ ആരും എതിർത്തിട്ടില്ല, ഐക്യകണ്ഠേന അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ആൻസർ ഏത്? ആൻസർ ബി ആണ്. അപ്പൊ പറഞ്ഞു വെച്ചതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, പഠിച്ചു വെച്ചോണം കേട്ടോ. 37ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്നതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളെ, ശരിയായ പ്രസ്താവന OCI എന്നതിന്റെ പൂർണ്ണ രൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതാണ്. ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം 2ലാണ് പൗരത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഓക്കെ, ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ശരിയാണ്. ഒറ്റയടിക്ക് നമ്മൾ ഓർക്കുന്നത് തെറ്റാണ് എന്ന് ഓർക്കും. ഓക്കെ, തെറ്റല്ല. അതിന് കാര്യം എന്താണ്? നമുക്കറിയാം, ഭാഗം 2ൽ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്? പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ. എന്ന് വെച്ചാൽ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? വകുപ്പ് 6, 7, 8, 9, 10, 11 പറഞ്ഞിരിക്കുന്നത് എന്താ? പൗരത്വത്തെ കുറിച്ചാണ്. ഓക്കെ, ഈ പ്രസ്താവന വായിക്കുമ്പോൾ ശരിക്കും വായിക്കണം. ഓക്കെ, ഭാഗം 2ൽ എന്താണ് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണുള്ളത് എന്ന് പറഞ്ഞാൽ പ്രസ്താവന ശരിയാണ്. ഭാഗം 2ൽ അനുച്ഛേദം 6 മുതൽ 11 വരെയാണെന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന തെറ്റും. പക്ഷേ അത് അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ പ്രസ്താവന എന്താണ്? ശരിയാണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ച കാര്യം എന്നൂടെ പറയാം. ഭാഗം 2ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പറയുന്നത് എന്ത് തന്നെയാണ്? പൗരത്വത്തെ പറ്റിയാണ്. സോ അതിൽ ഏത് ആർട്ടിക്കിൾ എടുത്ത് ചോദിച്ചാലും അത് എന്തിനെ പറ്റിയായിരിക്കും? പൗരത്വത്തെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ശരിയാണ്, നേപ്പാളിൽ പോകാൻ വിസ ആവശ്യമില്ല. നമുക്ക് ID പ്രൂഫ് ഉണ്ടെങ്കിൽ നേപ്പാളിൽ പോവുകയും വരികയൊക്കെ ചെയ്യാം. ഓക്കെ, സോ 4 പ്രസ്താവനയും ശരിയാണ് എന്നറിഞ്ഞിരിക്കുക. 37ാമത്തെ ചോദ്യത്തിന്റെ 4 പ്രസ്താവനകളും എന്താണ്? ശരിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് കൺഫ്യൂസ് ആകരുത്. അതുകൊണ്ട് ഒന്നുകൂടെ എടുത്ത് പറയുന്നു, ഭാഗം 2ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് അവിടുന്ന് ഏത് ആർട്ടിക്കിൾ എടുത്തിട്ട് ചോദിച്ചാലും പൗരത്വവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് എന്ന് പറഞ്ഞാലും ശരിയാണ്. 7 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ പൗരത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസ്താവന ശരിയാണ്, തെറ്റല്ല. ഓക്കെ, ഇനിയിപ്പം 5 മുതൽ 10 വരെയുള്ള അനുച്ഛേദങ്ങൾ പൗരത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. അതിനർത്ഥം 11ാമത്തെ ബന്ധമില്ല എന്നല്ല പറയുന്നത്. പ്രസ്താവനയിൽ പറയുന്നത് ഇന്ന അനുച്ഛേദങ്ങൾ പൗരത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ്. സോ ആ പ്രസ്താവന തെറ്റാവില്ല. ഒറ്റയടിക്ക് തെറ്റാണെന്ന് ഓർക്കും, കറുപ്പിക്കും, നെഗറ്റീവ് അടിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ വായിക്കണം. ഓക്കെ, 38ാമത്തെ ചോദ്യം ഇതാണ്. 38ാമത്തെ ചോദ്യം, ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിലെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണെന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച എത്ര ആർട്ടിക്കിൾ 32നെയാണ്. ഇവിടെ ആത്മാവെന്ന് ഈ പറയുന്ന ഈ ഒരു വാചകം പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. സോ ആൻസർ സി ആണ്. ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ആമുഖത്തെ പറ്റി ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 39ാമത്തെ ചോദ്യം. ഓക്കെ, 39ാമത്തെ ചോദ്യം,
മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്ന്, നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. അല്ലെ, ശരിയായ പ്രസ്താവനയാണ്. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും, ശരിയാണ്. മറ്റു ചില മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ പൗരൻ മാത്രമല്ല വിദേശ പൗരന്മാർക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. ഓക്കെ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, അല്ലെ. ഇനി പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്, ശരിയാണ്. സോ 1, 2, 3, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. സോ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനകൾ ശരിയാണ്, ഓർത്തിരിക്കുക. മൗലിക അവകാശങ്ങൾ ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, എന്നാൽ മറ്റു ചില അവകാശങ്ങൾ ആർക്കുമുണ്ട്, വിദേശ പൗരന്മാർക്കും ചില മൗലിക അവകാശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? 40ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കൂട്ടുകാർ, 40ാമത് ചോദ്യം ഇതാണ്, ചേരുംപടി ചേർക്കാനുള്ളതാണ്. കുറച്ച് ആശയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾ നിർദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആശയങ്ങൾ, ഭരണഘടനയിലെ ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് രാജ്യത്ത് നിന്നുമാണ് നമ്മൾ ഈ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് എന്നാണ് പറയേണ്ടത്. നിർദ്ദേശിക തത്വങ്ങൾ അയർലൻഡാണ്. ഒന്നും നോക്കാനില്ല, ബി ആണ് വരേണ്ടത്. നിർദ്ദേശിക തത്വങ്ങൾ ഏതാണ്? അയർലൻഡാണ്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യയാണ്, സി ആണ്. മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ ചിലപ്പം USSR എന്നായിരിക്കും. USSR, റഷ്യ അല്ലെങ്കിൽ USSR എന്ന് കാണും. ഓക്കെ, റഷ്യ അല്ലെങ്കിൽ USSR. ഓക്കെ അല്ലെ? ഇനി അവശിഷ്ട അധികാരങ്ങൾ കാനഡയാണ്, ഡി ആണ്. അവശിഷ്ട അധികാരങ്ങളെ പറ്റി അല്ലെങ്കിൽ അത് നമ്മൾ ആശയം കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമ്മൾ ആദ്യം ഒരു ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയാണ്, അല്ലെ. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയാണ്. സോ 1 ബി, 2 സി, 3 ഡി, 4 എ എന്നിങ്ങനെ കറപ്പിക്കണം. ഓക്കെ അല്ലെ? അപ്പൊ നിർദ്ദേശിക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്ന ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. മൗലിക കടമ ഓർത്തിരിക്കുക, റഷ്യ അല്ലെങ്കിൽ USSR രണ്ടും വരാം. മൗലിക അവകാശങ്ങളാണെങ്കിലോ അത് USA നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ് ആശയം കടമെടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? 41ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡാസ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി ഈ യോഗ്യതകളുണ്ട്. ആ യോഗ്യതകൾ കണ്ടിട്ട് ഏത് സ്ഥാനമാണ് നമ്മൾ കണ്ടെത്തണം. MLA ആണോ, MP ആണോ, ഇനി എന്താണ് പ്രധാനമന്ത്രിയാണോ, അല്ലെ രാഷ്ട്രപതിയാണോ, ഉപരാഷ്ട്രപതിയാണോ, അങ്ങനെയുള്ള കാര്യം നമ്മൾ കണ്ടെത്തണം. ഓക്കെ അല്ലെ? ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, എല്ലാത്തിനും പറയുന്ന എന്താണ് ക്വാളിഫിക്കേഷൻ ആണ് ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം. ഓക്കെ, എന്താണ് ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, മറ്റു പദവികൾ വഹിക്കാൻ പാടില്ല. രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഇതാണ് കീവേഡ്. രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ള 35 വയസ്സ് പൂർത്തീകരിച്ച വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ, ഇവ രാജ്യസഭാ അംഗമാണെന്ന് കരുതുക. രാജ്യസഭാ അംഗമാണെങ്കിൽ 30 വയസ്സ് മതി, അല്ലെ. ഓക്കെ, ഇവിടെ പറയുന്നത് 35 വയസ്സ് പൂർത്തീകരിച്ച് രാജ്യസഭാ അംഗമാകാൻ യോഗ്യതയുള്ള വ്യക്തി. അപ്പൊ അത് ആരായിരിക്കണം? അത് ഉപരാഷ്ട്രപതി ആയിരിക്കണം. ഉപരാഷ്ട്രപതിയുടെ ക്വാളിഫിക്കേഷൻ ആണ് ഇത് വരുന്നത്. സോ ഓർത്ത് വെച്ചോ, നല്ല ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആൾക്കൊരു കൈ കൊടുക്കേണ്ട ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. ഓക്കെ അല്ലെ? ഇനി 42ാമത്തെ ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികളേവ? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികളേവ? താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. PK തുങ്കൻ നമ്മൾ 1989 നേരത്തെ പഠിച്ചതാണ്, അല്ലെ. 1990 കൊടുത്തിരിക്കുന്നത്. സോ എന്താണ്? രണ്ടാമത്തെ PK തുങ്കനാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി ബൽവന്തർ റായ് 1957 നേരത്തെ പഠിച്ചു. അശോക് മേത്ത 1977. സർക്കാരിക കമ്മീഷൻ ഇപ്പൊ പഠിക്കുന്നതാണ്, പുതിയ വർഷമാണ്, 1983. ബാക്കിയെല്ലാം നേരത്തെ പഠിച്ചതാണ്, അല്ലെ. ഓക്കെ, സർക്കാരിക കമ്മീഷൻ 1983. PK തുങ്കൻ 1989 അല്ലേ നമ്മൾ പഠിച്ചത്? 1989 ആണ് PK തുങ്കൻ കമ്മിറ്റിയുടെ വർഷം എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ തെറ്റ് ഏതാണ്? PK തുങ്കൻ 2 ആണ്. സോ ആൻസർ ഏതാ? ആൻസർ സി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 42. 43ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തവ ഏവ? അനന്തര ഫലങ്ങളിൽ പെടാത്തവ ഏതാന്ന് പറയുന്നത് 73, 74 ഭരണഘടനാ ഭേദഗതിയിൽ ഇതിലൂടെ വന്നതിൽ പെടാത്തത് ഏത് എന്ന് നമ്മൾ പറയണം. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. 1, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, 73, 74 ഭേദഗതിയിലൂടെ വന്നതാണ്. ഓക്കെ, 2,
10ാം പട്ടിക അല്ല, 10ാം പട്ടിക വരുന്നില്ല എന്നറിഞ്ഞിരിക്കുക. 10ാം പട്ടിക വരുന്നില്ല, 2 തെറ്റാണ്. ഓക്കെ, ആ 73 74 ഭരണഘടനാ ഭേദഗതിയല്ല. 11ാം പട്ടിക അല്ലെ, 73ാം ഭരണഘടനാ ഭേദഗതി. 12ാം പട്ടിക 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നതാണ്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? അപ്പോ ഏത് വരുന്നില്ല? ഈ 2 വരാത്തത്, 10ാം പട്ടികയാണ്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാ? ആൻസർ ബി തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ കൂട്ടുകാരെ? 44ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. 400A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ തന്നെ ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക. 400A എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ തന്നെ ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾ നമുക്കറിയാം അല്ലെ, 395 വരെയുള്ള അനുച്ഛേദങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. 96, 97, 98, 99 എന്ന് പറഞ്ഞ അനുച്ഛേദങ്ങൾ പോയിട്ടില്ല അല്ലെ. നമ്മളിപ്പോ കണ്ട പോലെ 21A, 51A, 243A, B, C, D, E, F, G, H, I, J അങ്ങനെയാണ് പോയിരിക്കുന്നത്. അവസാന നമ്പർ എപ്പോഴും ഏത് തന്നെയാണ്? 395 ആണ്. കാരണം ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്. അത്രയും നമ്പർ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ 400A എന്ന് പറയുന്ന ഒരു അനുച്ഛേദം തന്നെ ഇല്ല. സോ ഇവിടെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞ് നമുക്ക് കറപ്പിക്കേണ്ട കാര്യമില്ല. ഓക്കെ, 300A എന്നാണ് ചോദിച്ചതെങ്കിൽ ഏതാണ്? സ്വത്ത് അവകാശത്തെ പറ്റി വേണമെങ്കിൽ നമുക്ക് പറയായിരുന്നു. ഓക്കെ, നിലവിൽ ഇവയൊന്നും അല്ല എന്നറിഞ്ഞിരിക്കുക. കാരണം അങ്ങനെ ഒരു ആർട്ടിക്കിള് ഇല്ല എന്നറിഞ്ഞിരിക്കുക. 44 കഴിഞ്ഞാൽ 45 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയാണെന്ന് അറിഞ്ഞിരിക്കുക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ പരിശോധിക്കാം. കൂടാതെ 45ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 2 കോടതിയെ സമീപിക്കാവുന്നതാണ്. കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല. ഏത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. 3 വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുക. ആർട്ടിക്കിൾ 40 പറയുന്നുണ്ട്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുക. ആർട്ടിക്കിൾ 51 പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഗ്രാമപഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ 40 പറയുന്നുണ്ട്. അന്താരാഷ്ട്ര സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ആർട്ടിക്കിൾ 51 പറയുന്നുണ്ട്. രണ്ടും നിർദ്ദേശികത്വമാണ്. സോ 1, 2 എന്നിവയാണ് ഇതിൽ പെടാത്തത് എന്നറിഞ്ഞിരിക്കുക. സോ ഏത് വരും? ആൻസർ സി ആണ് വരുന്നത്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? നമുക്ക് 46ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. ഓക്കെ, ആ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 248 ആണ്. ഓക്കെ, അതെന്താ പറയുന്നത്? സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന ആർക്കാണ്? അതിനെല്ലാം നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിലാണ് എന്നറിഞ്ഞിരിക്കുക. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 248. 248ലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? നമ്മൾ നേരത്തെ ഒരു ആശയം പറഞ്ഞപ്പോൾ പറഞ്ഞത് അവശിഷ്ട അധികാരത്തെ പറ്റിയൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്. 47ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. 1 സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ്? ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആണ്. ശരിയാണ്. ഓക്കെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിനെ സമർപ്പിക്കേണ്ടതാണ്. തെറ്റാണ്. പാർലമെന്റിനെ അല്ല യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാ? രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കേണ്ടത്. സോ പാർലമെന്റ് എന്നുള്ള തെറ്റാണ്. ആർക്ക് കൊടുക്കണം? രാഷ്ട്രപതിക്കാണ്. പ്രസിഡന്റാണ് കൊടുക്കേണ്ടത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 4 അല്ല 5 അംഗങ്ങളാണുള്ളത്. ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. സോ ആ പ്രസ്താവനയും തെറ്റാണ്. ഓക്കെ, സോ 1, 2 എന്നീ പ്രസ്താവനകളാണ് ശരി. അപ്പൊ ആൻസർ ഏത് വരും? ആൻസർ ബി ആണ്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? ഇവിടെ പഠിച്ചു വെച്ച കാര്യം ഓർത്തിരിക്കുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഇനിയിപ്പോ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ആരെ കൂട്ടി? ഓക്കെ, ചെയർമാനെയും വൈസ് ചെയർമാനെയും കൂട്ടി എത്ര പേരുണ്ട്? 5 പേരുണ്ട് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ,
48ാമത്തെ ചോദ്യം ഇതാണ്. ട്രേഡ് യൂണിയനിൽ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റ് ആണ്. അപ്പൊ ട്രേഡ് യൂണിയൻ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണെന്ന് അറിഞ്ഞിരിക്കുക. സോ 48ാമത്തെ ചോദ്യം ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റ്. അവിടെ ലിസ്റ്റുകളെ സംബന്ധിച്ച് PSC മിക്കവാറും പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ലിസ്റ്റുകൾ കൃത്യമായി പഠിക്കുക, ലിസ്റ്റുകളുടെ പ്രത്യേകത പഠിക്കുക, ആ ലിസ്റ്റുകളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യവും കൃത്യമായി പഠിച്ചോണം. ഓക്കെ അല്ലേ? 49ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്ന്, 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. 44ാം ഭേദഗതി അല്ല, 42ാം ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന ആമുഖം അമൻഡ് ചെയ്തത്. ഓക്കെ, സോ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. 52ാമത് ഭേദഗതി മൗലിക കടമകൾ ഉൾപ്പെടുത്തി, അതും തെറ്റാണ്. 52ാം ഭേദഗതിയിലൂടെയല്ല മൗലിക കടമ ഉൾപ്പെടുത്തിയത്. ഓക്കെ, മൗലിക കടമ ഉൾപ്പെടുത്തിയത് 42nd അമെൻഡ്മെന്റ് ഓഫ് 1976 അറിഞ്ഞിരിക്കുക. 42nd അമെൻഡ്മെന്റ് ഓഫ് 1976 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി മൂന്നാമത്തെ പ്രസ്താവന ഏതാ? 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കി. ശരിയാണ്. 74ാമത് ഭേദഗതിയിലൂടെ നഗരപാലിക ബില്ല് നടപ്പിലാക്കി. ശരിയാണ്. 3, 4 എന്നീ പ്രസ്താവനകളാണ് ശരിയാണ്. 1ഉം 2ഉം തെറ്റാണെന്ന് അറിഞ്ഞിരിക്കുക. അത് രണ്ടും 42ാം ഭരണഘടനാ ഭേദഗതി വർഷം 1976. 1976ലൂടെയാണ് ഈ പറയുന്ന ആമുഖം ഭേദഗതി വരുത്തിയതും ഓക്കെ എന്താ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതും 42ാം ഭേദഗതി വർഷം 1976ലൂടെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? ഇനി 50ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നത്. ശരിയായ പ്രസ്താവനയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ശരിയായ പ്രസ്താവനയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7 കിടക്കുന്നു. തെറ്റാണ്. 9 വനിതകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നറിഞ്ഞിരിക്കുക. സോ ഓക്കെ, ആ പ്രസ്താവന തെറ്റാണ്. A, B എന്നീ പ്രസ്താവനകളാണ് ശരിയെന്ന് അറിഞ്ഞിരിക്കുക. സോ ആൻസർ ഏത് വരും? ആൻസർ A ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? 51ാമത്തെ ചോദ്യം നോക്കാം. 51ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിൾ 358 പ്രകാരമാണ്. ആർട്ടിക്കിൾ 358 പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ ആർട്ടിക്കിൾ 19 റദ്ദു ചെയ്യുന്നത്. 6 ഫ്രീഡം അല്ലെ, 6 സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 19 അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ റദ്ദു ചെയ്യും. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 358 പ്രകാരം റദ്ദു ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ 3 കാരണങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. 3 റീസൺസ് ആണ്. 3 റീസൺ ഉണ്ട് എന്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. 1 വാറാണ്. ഒന്നാമത്തെ റീസൺ വാറാണ്. 2 എന്താണ്? എക്സ്റ്റേണൽ അഗ്രഷൻ ആണ്. രണ്ടാമത്തെ റീസൺ പറയുന്നത് എക്സ്റ്റേണൽ അഗ്രഷൻ, പുറത്തു നിന്നുള്ള ആക്രമണം. 1 യുദ്ധം, 2 പുറത്തു നിന്നുള്ള ആക്രമണം. ഓക്കെ, 3 ഓക്കെ 3 എന്ന് പറയുന്നത് എന്താണ്? ആംഡ് റിബല്യൻ ആണ്. 3 ആംഡ് റിബല്യൻ ആണ് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. ആംഡ് റിബല്യൻ. ഓക്കെ, സായുധ വിപ്ലവം. ഓക്കെ അല്ലെ? ഇതിൽ കൂട്ടുകാരെ അറിഞ്ഞിരിക്കുക, മൂന്നാമത്തെ റീസൺ മൂലമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതി ഈ മൂന്നാമത്തെ റീസൺ പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അനുച്ഛേദം 19 റദ്ദു ചെയ്യില്ല എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി പറയാം. എന്താ പറഞ്ഞത്? ഓക്കെ, ഇവിടെ ചോദ്യം ഇതാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 358 പ്രകാരം അനുച്ഛേദം 19 അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ റദ്ദു ചെയ്യാം. ഓക്കെ, ഇനി അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ 3 കാരണങ്ങളുണ്ട്. 1 യുദ്ധം, 2 പുറത്തുനിന്നുള്ള ആക്രമണം, 3 എന്ന് പറയുന്നത് എന്താണ്? ആംഡ് റിബലിയൻ, സായുധ വിപ്ലവമാണ്. അതില് സായുധ വിപ്ലവം മൂലമാണ് ഇത്തരത്തില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല? ഈ പറയുന്ന ആർട്ടിക്കിൾ 19 റദ്ദു ചെയ്യാൻ പാടില്ല എന്നുകൂടി പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരെ, 52ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 3-1 സീറ്റുകൾ എല്ലാ തലത്തിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സി, ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഡി, ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതാണ് എന്ത്?
തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രസ്താവന ഡി ആണ് ഇവിടെ തെറ്റായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ 52 ചോദ്യങ്ങളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റൊരു പരീക്ഷയിലെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ജൂനിയർ അസിസ്റ്റന്റ് എൽ ഡി ക്ലർക്ക് സീനിയർ സൂപ്രണ്ടന്റ് എന്ന് നടന്ന എക്സാം ആണ്. 18/4 നടന്നൊരു എക്സാം ആണ്. 2024 തന്നെ നടന്ന മറ്റൊരു എക്സാം ആണ്. ഓക്കെ, നമുക്ക് അതിലെ ചോദ്യത്തിലേക്ക് കിടക്കാം. 53ാമത്തെ ചോദ്യം ഇതാണ്: മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓക്കെ, അപ്പൊ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഓക്കെ, മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗങ്ങളിൽ മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമല്ല, ശരിയാണ്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിലുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓക്കെ, അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. നമ്മൾ വിദ്യാഭ്യാസ അവകാശം ഓൾറെഡി 2-3 ചോദ്യങ്ങളിൽ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കറിയാം 21A അല്ലെ, മൗലിക അവകാശങ്ങളിൽ 21Aയിലാണ് ഏത് കിടക്കുന്നത്? വിദ്യാഭ്യാസമുള്ള അവകാശം കിടക്കുന്നത്. സ്വത്തവകാശം എന്തല്ല, ഇപ്പൊ ഒരു മൗലിക അവകാശമല്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ൽ തന്നെയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്, ശരിയാണ്. പ്രസ്താവനകളൊക്കെ ശരിയാണ്. ഓക്കെ അല്ലെ? അപ്പൊ കൂട്ടുകാരെ, 53ാമത്തെ ചോദ്യം കഴിഞ്ഞ് നമുക്ക് നേരെ 54ാമത്തെ ചോദ്യം ഇതാണ്. ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ് 54ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ചേരുംപടി ചേർക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യാൻ ഒരു താല്പര്യമൊക്കെ ഉണ്ടാകും. കാരണം കുറച്ച് ടൈം പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ടൈം പോകാതെ പെട്ടെന്ന് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ തന്നെ അടയാളപ്പെടുത്തി പോരുവാണെങ്കിൽ ടൈം പോവില്ല എന്നുകൂടെ മനസ്സിലാക്കുക. ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങൾ രാഷ്ട്രപതി ഭരണമാണ് ആർട്ടിക്കിൾ 356 പറയുന്നത്. സോ നമുക്ക് അർപ്പിക്കാൻ നേരം കിടപ്പുണ്ട്. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി, ശരിയാണ്. ഓക്കെ, ബി തന്നെയാണ്, നേരെ കിടപ്പുണ്ട്, ബി തന്നെയാണ്. ഓക്കെ, നേരെ തന്നെ കൊടുത്തിട്ടുണ്ട്, വേറെ മറ്റ് കൺഫ്യൂഷൻ ആവശ്യമൊന്നുമില്ല. PSC ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 326ലാണ്. ഓക്കെ, 25-ൽ സാർവത്രിക മുതിർന്ന പൗരന്മാരുടെ ഫ്രാഞ്ചൈസിയെ പറ്റിയും പറയുന്നുണ്ട്. 326-ൽ എന്താ പറയുന്നത്? പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത്? ഈ ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 76-ൽ എന്താ പറയുന്നത്? ഈ രണ്ടെണ്ണത്തിൽ നമുക്കറിയാം ഇന്ത്യയുടെ അറ്റോർണിക് ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 76 എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇത്. അറ്റോർണിക് ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അറ്റോർണിക് ജനറൽ എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അറ്റോർണിക് ജനറൽ. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയാണ്. ഡയറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. വളരെ മനോഹരമായി ഡയറക്റ്റ് തന്നെ PSC ആൻസർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ മറ്റ് ചേരുംപടി ചേർക്കേണ്ട കാര്യമില്ല. ചേരുംപടി ചേർത്ത് തന്നെയാണ് PSC ആൻസർ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആർക്ക് മാത്രമാണുള്ളത്? പാർലമെന്റിന് മാത്രമാണ് ഉള്ളത് എന്ന് കൂടി അതിനോടൊപ്പം പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി താഴെ കൊടുത്തിട്ടുള്ള ശരിയായി യോജിക്കുന്ന വസ്തുക്കൾ തിരിച്ചറിയുക. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായി യോജിക്കുന്ന വസ്തുക്കൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 44-ാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം, ശരിയാണ്. സ്വത്തവകാശം എടുത്തു മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. വർഷം 1978 അല്ലെ? ഇനി 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഓക്കെ, അപ്പൊ 86-ാം ഭരണഘടനാ ഭേദഗതി 2002 ഓക്കെ, അപ്പം അത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർത്ത ഭേദഗതി തന്നെയാണ്. അപ്പൊ അതും ശരിയാണ്. ഓക്കെ അല്ലെ? ഇനി 3 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന, അതും ശരിയാണ്. നമുക്കറിയാം 42-ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കാരണം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് ഭരണഘടനയിൽ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് ഈ 42-ാം ഭരണഘടനാ ഭേദഗതി. ആമുഖം അമെന്റ് ചെയ്തു, 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഒരിക്കൽ മാത്രമേ ആമുഖം അമെന്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു അല്ലെ? അത് വെച്ച പാർട്ട് 4A കൂട്ടിച്ചേർത്തു. 51A ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർക്കുകയുണ്ടായി. പിന്നെ അത്തരത്തിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് 42nd അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 91-ാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ വിരുദ്ധ നിയമം, വിരുദ്ധ നിയമം അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോ കൂട്ടിച്ചേർത്തത് 91-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ല എന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇവിടെ നമുക്കറിയാം പ്രസ്താവന 4 മാത്രമാണ് തെറ്റ് വരുന്നത്. 1, 2, 3 എന്നിവ ശരിയാണ്. സോ ആൻസർ ഏത് തന്നെയാണ്? ആൻസർ C ആണ്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? 56-ാമത്തെ ചോദ്യം ഇതാണ്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും
1/3 സ്ത്രീകൾക്കായി നീക്കി വെച്ചിരിക്കുന്നത്? ഇത്രയും ചുറ്റിക്കറങ്ങി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡൽഹിയിലെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകസഭ ഒന്നല്ലേ ഇന്ത്യയിലുള്ളൂ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കൂട്ടുകാരെ അറിഞ്ഞിരിക്കുക, അതായത് 1/3 സംവരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാന നിയമസഭയിലും ലോകസഭയിലും 1/3 സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്നാണ് ചോദ്യം. ഭരണഘടനാ ഭേദഗതി ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? ഓക്കെ, 106 ഭരണഘടനാ ഭേദഗതി നിയമം 2023 ആണ്. 106 ഭരണഘടനാ ഭേദഗതി 2023 ലേറ്റസ്റ്റ് അമെൻഡ്മെന്റ് ആണ്. ഓർത്ത് വെക്കുക, 106 ഭരണഘടനാ ഭേദഗതി 2023 ലേറ്റസ്റ്റ് ആണ്. പഠിച്ചോണം കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, 57ാമത്തെ ചോദ്യത്തിലേക്ക് ഇറക്കാൻ. 57ാമത്തെ ചോദ്യം, ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി എന്നാണ് പറയേണ്ടത്. അപ്പം ഇത് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ശരിയാണ്. ഓക്കെ, ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നു. 2024 ഫെബ്രുവരിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ദെൻ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അതുകൊണ്ട് തന്നെയാണ് അത് നിരോധിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ 19(1) എന്ന് പറയുന്നത് നമുക്കറിയാം. 19(1) എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19(1) എന്ന് പറയുന്നതിന് 6 സ്വാതന്ത്ര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അതിൽ 19(1) എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ഇല്ലെങ്കിൽ ആശയപ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം, സംഭാഷണ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് 19(1) എന്ന് പറയുന്നത് അല്ലെ. ഈ നമുക്ക് പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഏതാണെന്ന് ചോദിച്ചാലും 19(1) തന്നെയാണ്. സോ അതിന്റെ ഒരു ലംഘനമാണെന്നാണ് എന്ത് കണ്ടെത്തിയത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കുറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇലക്ട്രൽ ബോണ്ട് എന്താന്നുള്ള കാര്യം. ഓക്കെ അല്ലെ? ദെൻ ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു. ശരിയാണ്. സോ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. സോ എന്താണ് ഇവിടെ നമുക്ക് ആൻസർ? എന്താ? എല്ലാം ശരിയാണ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കാരണം അത് നമുക്ക് വേണമെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിയും ആ ചോദ്യം ചോദിക്കാൻ സാധിക്കും. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് അടുത്ത എക്സാമിന് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതിന് 58ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്ന് കണ്ടെത്തണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. തെറ്റാണ് അല്ലെ? പ്രസിഡന്റ് ആണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന. ആരെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ്. ഭരണഘടനയുടെ 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. അപ്പൊ എന്ന് വെച്ചാല് നമുക്കറിയാം, ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ തന്നെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ അതിന്റെ ചുമതലയെ പറ്റിയും മറ്റു കാര്യങ്ങളും പറയുന്നത്. അപ്പൊ ആ പ്രസ്താവന ശരിയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓപ്ഷൻ വായിക്കുന്നത് നിർത്തരുത്. ബാക്കിയുള്ള 2 ഓപ്ഷൻ ഒന്ന് വായിച്ചു വെച്ചേക്കണം. ഓക്കെ, അടുത്ത സി പറയുന്നത് 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചട്ടക്കൂടിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. തെറ്റാണ്. എമർജൻസിയെ പറ്റിയാണ് അവിടെ പറയുന്നത് അല്ലെ, അടിയന്തരാവസ്ഥയെ പറ്റിയാണ് അവിടെ പറയുന്നത്. സോ അത് തെറ്റാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് 5 മുഴുവൻ സമയ കമ്മീഷണർമാരുണ്ട്. അതും തെറ്റാണ് അല്ലെ. 3 ഇലക്ഷൻ കമ്മീഷണർമാരാണുള്ളത്. അതിൽ ഒരാള് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. 3 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്. അതിൽ ഒരാള് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. കമ്മീഷണർമാരുടെ എണ്ണം എന്ന് പറയുന്ന 3 പേരാണ്. അതിൽ ഒരാൾ ചീഫ് ഇലക്ഷൻ, ഏറ്റവും സീനിയോറിറ്റി ഉള്ള ആള് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 324 ആണ്. ഓക്കെ, ഇനി ഞാൻ മൊത്തം ഓപ്ഷനും വായിക്കണമെന്ന് പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ PSC ചിലപ്പോൾ നിങ്ങളെ കുഴപ്പിക്കാനായിട്ട് ഓക്കെ ഓപ്ഷൻ എയിലോ ബിയിലോ ശരി ഉത്തരം നൽകും. ഓക്കെ, അതിനുശേഷം ചിലപ്പോൾ സിയിലും ശരി ഉത്തരം നൽകും. ഓക്കെ, അതിനുശേഷം PSC ഡിയില് ചിലപ്പോൾ ഓപ്ഷൻ എങ്ങനെ കൊടുക്കും? ഓക്കെ, എയും ഡിയും ശരിയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. സോ അങ്ങനെ സാധ്യതയുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എന്താണ് ശരി ഉത്തരം കണ്ടെത്തുമ്പോൾ തന്നെ അത് കർപ്പിച്ച് മാറരുത്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ വായിക്കണം കേട്ടോ. ഓക്കെ, ദെൻ 59ാമത്തെ ചോദ്യം ഇതാണ്. ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ് 59ാമത്തെ ചോദ്യം. ഓക്കെ, 1 ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ. ഓക്കെ, ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളാണ്.
മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക, അതല്ല വേണ്ടത്. ഓക്കെ, 11ാം പട്ടിക അല്ലെ 11ാം ഷെഡ്യൂൾ, പട്ടികയല്ല പട്ടിക, യെസ് മലയാളത്തിൽ പറഞ്ഞാൽ പട്ടിക. ഓക്കെ, അപ്പൊ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ പറയുന്ന കാര്യം എന്താണ്? നമുക്കറിയാം പഞ്ചായത്ത് രാജ് ആണ് അല്ലെ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചുമതലകളെ പറ്റിയാണ് ഈ പറയുന്ന പട്ടിക 11ൽ പറയുന്നത്. ഓക്കെ, അപ്പം ഈ PRI എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം, PRI എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതിനാണ് ഇത് ചുരുക്കി എഴുതിയിരിക്കുന്നത്. ഓക്കെ, മുമ്പ് PSC പരീക്ഷകൾ ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കാറില്ലായിരുന്നു. കൂടുതലും UPSC പരീക്ഷകളിലൊക്കെ ആണെങ്കിൽ ഇത്രയും ചുരുക്കി ഈ PRI എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. PSC പരീക്ഷകളിൽ പൂർണ്ണ രൂപമാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പരീക്ഷാ രീതിയിൽ ഇത്തരത്തിലൊക്കെ കാണുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള എന്താണ് ഷോർട്ടായിട്ട് എഴുതുന്ന കാര്യങ്ങളോട് പഠിച്ചു വെച്ച് പോകണം, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ PRI എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. അപ്പൊ ഷെഡ്യൂള് 11ൽ പറയുന്നത് എന്താണ്? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ അതിന് നേരെ നമുക്ക് ഏതെഴുതാം? B എഴുതാം. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളെ പറ്റിയാണ് പറയുന്നത്. സോ അവിടെ നമുക്ക് എന്തെഴുതാം? A എഴുതാം. ഓക്കെ അല്ലെ? ആർട്ടിക്കിൾ 243A, ആർട്ടിക്കിൾ 243A പറയുന്ന ഗ്രാമസഭയെ പറ്റിയാണ്. സോ ഏത് വരും? അതിന് നേരെ D ആണ് എഴുതേണ്ടത്. ആർട്ടിക്കിൾ 243A എന്ന് പറയുന്ന ഗ്രാമസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. ഗ്രാമസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 243K സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 243K എന്ന് പറയുന്നത്. സോ അതിന് നേരെ C എഴുതാം. ഓക്കെ അല്ലെ? സോ ഇതാണ് ആൻസർ വരുന്നത്, D ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലെ? സോ ഇവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? ഷെഡ്യൂൾ 11 പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചുമതലകളെ പറ്റി പറയുന്നു. ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റിയുടെ ചുമതലകളെ പറ്റി പറയുന്നു. ഷെഡ്യൂൾ 243A എന്താണ് പറയുന്നത്? ഗ്രാമസഭയെ പറ്റി പറയുന്നു. 243K പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 1993 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ. 1993 ഡിസംബർ 3. ഓക്കെ, 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ കൂട്ടുകാരെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 60ാമത്തെ ചോദ്യമാണ്. 60ാമത്തെ ചോദ്യം. ഓക്കെ അല്ലെ? ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരിക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ് അല്ലെ. നമ്മൾ ഈ പറയുന്ന റിട്ടുകളെ കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഏത് റിട്ടാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പം എന്താണ് പറയുന്നത്? ഒരു പൊതു അധികാരിക്ക് ഒരു കടമ നിർവഹിക്കാൻ, അപ്പൊ ഒരു പൊതു അധികാരിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനം എന്ത് ചെയ്യുന്നില്ല, അവരുടെ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് കോടതിയെ സമീപിച്ച് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമാസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് പറയാറുണ്ട്, നാം കൽപ്പിക്കുന്നു അല്ലെ, കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മാൻഡമാസ് ആണ്. സോ ഓപ്ഷൻ A ആണ് ആൻസർ. ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതേ അർത്ഥം വരുന്ന മറ്റൊരു ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് വായിച്ചതാണ്. ഓക്കെ അല്ലെ? സോ ആൻസർ ഏതാണ്? ആൻസർ A ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, റിട്ടുകൾ 5 റിട്ടുകളാണുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ 61ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 61ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫീമെയിൽ വാർഡൻ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ചതാണ്. 4/5/2024 നടന്നൊരു എക്സാം ആണ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഓക്കെ, അപ്പൊ നമുക്കറിയാം കേശവാനന്ദ ഭാരതി കേസ് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കേസാണ്. കേശവാനന്ദ ഭാരതി കേസ് ആമുഖം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞ കേസ് കൂടിയാണ് എന്ത്? കേശവാനന്ദ ഭാരതി കേസ്. അതുകൊണ്ട് തന്നെ ആമുഖം അമെൻഡ് ചെയ്യാം എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞൊരു കേസ് കൂടിയാണ് കേശവാനന്ദ ഭാരതി കേസ്. ആ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഈ കേസിലാണ് നടന്നിരിക്കുക. എന്ന് വെച്ചാൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം ഉണ്ടാകാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? ഭരണഘടന ഭേദഗതി ചെയ്യാൻ എന്നുകൂടി കേശവാനന്ദ ഭാരതി കേസിൽ വിധി പറയുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിന് ഉണ്ടെങ്കിൽ പോലും ആ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം ഉണ്ടാകാതെ വേണം എന്ത് ചെയ്യാനായിട്ട്? ഇത് ഭേദഗതി ചെയ്യാനായിട്ട് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? ഇനി 62ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി PK
തുങ്കൻ കമ്മിറ്റി. നമ്മൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പഠിച്ചു വെക്കേണ്ട ഒരു കമ്മിറ്റി തന്നെയാണ് പി കെ തുങ്കൻ കമ്മിറ്റി. നമ്മൾ പി കെ തുങ്കൻ കമ്മിറ്റി 4ാമത്തെ തവണയാണ് കാണുന്നത്. ഇതാണ് മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം. നമ്മൾ 62ാമത്തെ ചോദ്യത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇതിനിടയ്ക്ക് തന്നെ പി കെ തുങ്കൻ കമ്മിറ്റി 4 പ്രാവശ്യം കണ്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓർത്തിരിക്കുക, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി. ഇതേ ചോദ്യം തന്നെ മറ്റൊരു പരീക്ഷയിൽ നമ്മൾ കണ്ടതാണ്. സോ അതുകൊണ്ട് പഠിച്ചു വെക്കുക, പി കെ തുങ്കൻ കമ്മിറ്റി. ഓക്കെ അല്ലെ. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്താണ്, വർഷങ്ങളൊക്കെ പറഞ്ഞു പോയതാണ്. സോ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. 63ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളുടെ സംവരണങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളില് സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അതിർത്തി നിർണയ കമ്മീഷനാണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് വിചാരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, മറിച്ച് ഏതാണ്? അതിർത്തി നിർണയ കമ്മീഷനാണ് ഇത് കണ്ടെത്തുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അതിർത്തി നിർണയ കമ്മീഷനാണെന്ന് അറിഞ്ഞിരിക്കുക. 63ാമത്തെ ചോദ്യം. ഓക്കെ, കൂടാതെ 64ാമത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഓക്കെ, നമ്മുടെ കേരളത്തിലും വിവാദമായ പദവി ഏതെന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പദവിയാണ് ഗവർണർ എന്ന് പറയുന്ന ഒരു പദവി അല്ലെ. അതുപോലെ തന്നെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ ഒരു പദവി ഏതെന്ന് ചോദിച്ചാൽ അത് ഗവർണർ പദവി തന്നെയാണ്, ഫെഡറൽ സംവിധാനം അല്ലെ. അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ക്വാസി ഫെഡറലാണ്. ഇന്ത്യയിലെ ഈ പറയുന്ന സെൻട്രലിന് മാത്രമല്ല അധികാരങ്ങളുള്ളത്, അധികാരങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. സംസ്ഥാനങ്ങൾക്കും അധികാരങ്ങളുണ്ട്. അപ്പൊ ഒരു ഫെഡറൽ സംവിധാനമുണ്ട്. ഈ ഫെഡറൽ സംവിധാനത്തിൽ ഒരു വിവാദമായ പദവിയാണ് ഇത് ഗവർണർ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക. 64ാമത്തെ ചോദ്യം കഴിഞ്ഞ് 65ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമസഭ നിലവിലുള്ളത്? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് കൃത്യമായി എന്താണ് ആ ഒരു ഗ്രൂപ്പ് കണ്ടെത്തണം. ഓക്കെ അല്ലെ. നമ്മൾ നോക്കുമ്പോൾ ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് അല്ല, കാരണം മധ്യപ്രദേശിനില്ല. കർണാടകം, ബീഹാർ, പശ്ചിമ ബംഗാളിനില്ല. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടകം, ഇവിടെ മധ്യപ്രദേശിനില്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ. മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ, അതാണ് ശരി. ഓക്കെ, ഈ 3 സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? ദ്വിമണ്ഡല നിയമസഭയുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. സോ മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ, മഹാരാഷ്ട്ര, UP, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിയമസഭയുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഓർത്തിരിക്കേണ്ട സംസ്ഥാനങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ മഹാരാഷ്ട്ര ശരിയാണ്, കർണാടകം ശരിയാണ്, ബീഹാർ ഉണ്ട്, UP ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്. ഓക്കെ, ദെൻ ആന്ധ്രയുണ്ട്, ദെൻ തെലുങ്കാനയുണ്ട്, തെലുങ്കാനയുണ്ട്. ഓക്കെ, സോ ആന്ധ്ര, തെലുങ്കാന, UP, മഹാരാഷ്ട്ര, ഓക്കെ, കർണാടകം, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിയമസഭ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലെ. ഇനി 66ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? നമുക്കറിയാം 243 ആരംഭിക്കുന്ന ആർട്ടിക്കിൾ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെയും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ചില അധികാരങ്ങളെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. നമുക്കിവിടെ ഓപ്ഷൻ ഇപ്പം 243 കൂട്ടി ഒരൊറ്റ ഒരെണ്ണം ഉള്ളെങ്കിൽ ഡയറക്റ്റ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിലേക്ക് പോകാൻ സാധിക്കും. അതാണ് ഞാൻ പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പൊ 243 കൂട്ടിയുള്ള ഒറ്റ അനുച്ഛേദം മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ വേറെ അതിൽ A ആണോ, B ആണോ, C ആണോ, D ആണോ, H ആണോ ഒന്നും കണ്ടെത്തേണ്ട കാര്യമില്ല, ഡയറക്റ്റ് പോകാൻ സാധിക്കും. ഇവിടെ നമുക്ക് പക്ഷെ അങ്ങനെയല്ല. 243H ഉണ്ട്, 243E ഉണ്ട്, 243A ഉണ്ട്, 243B ഉണ്ട്. 243A നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഗ്രാമസഭയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഇവിടെ പറയുന്ന കാര്യം 243H ആണ്. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ് പലപ്പോഴും റാങ്ക് നിർണ്ണയ ചോദ്യങ്ങളായി മാറുന്നത് കേട്ടോ. ഓക്കെ, സോ ഗ്രാമപഞ്ചായത്ത് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ 243H ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണ PSC ചോദിക്കാത്തതാണ്. പക്ഷേ ഇപ്പൊ അങ്ങനല്ല, ഇപ്പോൾ ഉള്ളിലേക്ക് കടന്നുള്ള ചോദ്യങ്ങളുണ്ട്. നേരത്തെ PSC കുറച്ച് അനുച്ഛേദങ്ങൾ വിട്ട് വേറെ അങ്ങോട്ടും ചോദ്യങ്ങൾ പോവില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഏത് അനുച്ഛേദം വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ PSC എത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യ പേപ്പറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ട്രൈബർ ഗ്രേഡ് 2 ആണ്. ട്രൈബർ പരീക്ഷയിൽ വന്ന ചോദ്യമാണ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ 67ാമത്തെ ചോദ്യം: ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. നവംബർ 26, ദേശീയ നിയമ ദിനം. ഓക്കെ, ദേശീയ നിയമ ദിനം, ദേശീയ ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്ന ദിവസമാണ് നവംബർ 26 എന്ന് പറയുന്നത്. കാരണം 1949 നവംബർ 26-നാണ്
ഭരണഘടനയെ അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിച്ചത് 1949 നവംബർ 26-നാണ്. സോ നവംബർ 26 ആൻസർ. ആ നവംബർ 26 പ്രത്യേകത എന്താ? ദേശീയ നിയമദിനം എന്ന പേരിലും ദേശീയ ഭരണഘടനാ ദിനം എന്ന പേരിലും നവംബർ 26 അറിയപ്പെടുന്നുണ്ട്. അതിനുശേഷം 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നു. ഓക്കെ, 1950 ജാനുവരി 26 ഭരണഘടന എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, 68ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു? ഒരിക്കലും ചെയ്യില്ല. ഓക്കെ, തെറ്റാണ്. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു, തെറ്റാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു, പൊട്ടത്തെറ്റാണ്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ്? അത് പ്രസിഡന്റ് ആണ്. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, തെറ്റാണ് അല്ലെ? രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നില്ല. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു, അത് ശരിയാണ്, അത് മാത്രമാണ് ശരി. ഓക്കെ അല്ലെ? അപ്പൊ കൂട്ടുകാർ, ഇതിൽ ശരിയായത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു, അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നതാണ്. ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ, ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത്, വോട്ടിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നത്, വോട്ടെണ്ണൽ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത്, ഓക്കെ, പിന്നെന്താണ് അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് ചുമതലകൾ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ വഹിക്കുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. നമ്മുടെ 8ാം ക്ലാസ്സിലെ തെരഞ്ഞെടുപ്പും ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുമായുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലും LDC LGS പരീക്ഷകൾക്കൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, 69ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലികാവകാശമല്ലാത്തത് ഏത്? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ മൗലികാവകാശമല്ലാത്തത് ഏത്? സമത്വാവകാശം, സ്വാതന്ത്ര്യാവകാശം, സാംസ്കാരികം, വിദ്യാഭ്യാസപരമായ അവകാശം. ഓക്കെ, ഇനി സ്വത്തവകാശം. ഈ സ്വത്തവകാശം ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ? എത്ര ചോദ്യമായി, ഒരു 10 ചോദ്യം സ്വത്തവകാശമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. സ്വത്തവകാശം ഇപ്പം നിലവില് മൗലികാവകാശമല്ല, ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, എങ്കിലും ഞാൻ പറയുകയാണ്. സോ അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലെ? നമുക്കിപ്പോ 6 മൗലിക സ്വാതന്ത്ര്യമാണുള്ളത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓക്കെ, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓക്കെ അല്ലെ? ദെൻ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, ഓക്കെ. ഏറ്റവും അവസാനം ഭരണഘടനാപരമായി പ്രതിവിധിക്കുള്ള അവകാശം. ഇത്തരത്തില് 6 മൗലിക അവകാശങ്ങൾ മാത്രമാണ് നമുക്ക് നിലവിൽ ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ചോദ്യം റിപ്പീറ്റഡ് ആണ്, 4ാമത്തെ പ്രാവശ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ഒരൊറ്റ വർഷം 2024 ചോദ്യങ്ങൾ മാത്രം എടുക്കുമ്പോൾ തന്നെ 4 പ്രാവശ്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. സോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, 72ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, വീണ്ടും ആവർത്തിച്ചു വന്നിരിക്കുന്നു അല്ലെ? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചാൽ പാർലമെന്റ് ആണ്. സോ മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് 10 ചോദ്യം ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു 5 പേര് നിങ്ങൾക്ക് മുൻവർഷ ചോദ്യമായി ലഭിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. റിപ്പീറ്റഡ് ആണ് കൂട്ടുകാരെ. എത്ര ചോദ്യങ്ങളല്ലേ വീണ്ടും BSc ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കേണ്ടതിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യ പേപ്പറിലേക്ക് നമ്മൾ കടക്കുകയാണ്. 74ാമത്തെ 14/5/2024 നടന്ന എക്സാം ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഓക്കെ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന 1950 ജനുവരി 26. കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞേ ഉള്ളൂ അല്ലെ? സോ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നു. 1949 നവംബർ 26 എന്ത് സംഭവിക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? യെസ്. 75ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ മൗലികാവകാശം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? 86ാം ഭരണഘടനാ ഭേദഗതി 2002. അപ്പൊ ആർട്ടിക്കിൾ 21A പാർട്ട് 3 മൗലിക അവകാശമായി കൂട്ടിച്ചേർത്തു. റിപ്പീറ്റഡ്. എത്ര പ്രാവശ്യം ചോദിച്ചു നോക്കിയേ. ഓക്കെ, വീണ്ടും BSc ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
അപ്പം 75ാമത് ചോദ്യത്തിന് ആൻസർ ബി ആണ്. 86ാം ഭരണഘടനാ ഭേദഗതി 2022. 76ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 4A ഇപ്പൊ പറഞ്ഞു തീർന്നേ ഉള്ളൂ അല്ലെ, നാക്കെടുത്ത് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. ഓക്കെ, സോ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഭാഗം 4A അറിഞ്ഞിരിക്കുക കൂട്ടുകാരെ. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭാഗം 3 എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭാഗം 3 എന്ന് പറയുന്നത്. ഭാഗം 4 എന്ന് പറയുന്നത് നിർദ്ദേശിക തത്വങ്ങളാണ്. ഭാഗം 4 എന്ന് പറയുന്നത്. ഓക്കെ, ഭാഗം 5 എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനെ പറ്റി, കേന്ദ്ര സർക്കാരിനെ പറ്റി പറയുന്ന ഭാഗമാണ്. ഏത്? ഭാഗം 5 എന്ന് പറയുന്നത്. ഭാഗം 5 എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 77ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? സ്വത്തവകാശം. ഓക്കെ, ഈ സ്വത്തവകാശം നമ്മൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഇത് തന്നെ ഈ ചോദ്യ പേപ്പറിൽ ഒരു 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വത്തവകാശമാണ്. കണ്ടോ, നമ്മൾ ഈ ഒരു LDC LGS പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു മേഖല അങ്ങ് തീർത്തു കഴിഞ്ഞാൽ ഒരു 3-4 ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ബാക്കിയുള്ളതാണ് റാങ്ക് മേക്കിംഗ് ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരു മേഖല അങ്ങ് തീർത്തു കഴിഞ്ഞാൽ 3-4 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ 78ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏത്? എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. എഴുതപ്പെട്ട ഭരണഘടനയുള്ളതാണ് ബ്രിട്ടൻ ആണ് എഴുതപ്പെടാത്ത ഭരണഘടന. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ബ്രിട്ടൻ ഉണ്ടെങ്കിൽ പോലും അത് എഴുതപ്പെടാത്ത ഭരണഘടനയാണെന്ന് അറിഞ്ഞിരിക്കുക. എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, ഈ പറയുന്ന നിയമങ്ങളൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെയല്ല, ഒരു ഭരണഘടന എന്ന് പറഞ്ഞ രീതിയിൽ ഒറ്റ ബുക്കിലായിരിക്കില്ല അവരുടെ ഈ പറയുന്ന നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഓക്കെ, അത് രാജശാസനങ്ങളായിട്ടും മറ്റ് ഓർഡറുകളായിട്ടും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ എന്താണ് ആ രാജാവിന്റെ കൽപ്പനയായിട്ടൊക്കെ ആയിട്ടായിരിക്കും ഈ പറയുന്ന അവിടുത്തെ ഭരണഘടന നിലനിൽക്കുന്നത്. അതൊരു പ്രത്യേക ബുക്കിലായി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അത് മാത്രമാണ് എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് വിശേഷിപ്പിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ നമ്മൾ ഈ പറയുന്ന കഥകൾ പോലെ വാമൊഴിയായി പറഞ്ഞു പോകുന്നതല്ല എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി 79ാമത്തെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പൊ ഓർത്തിരിക്കുക, 11 മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 10 ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ എത്ര മൗലിക കടമകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 11 മൗലിക കടമകളുണ്ട്. ഇനി ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നാൽ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട മൗലിക കടമകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 10. കാരണം അതിനുശേഷം പിന്നീട് 86ാം ഭേദഗതിയിലൂടെയാണ് ഒരു മൗലിക കടമയോടെ കൂടിച്ചേർത്ത് 11 ആക്കിയത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ അപ്പൊ ചോദ്യവും കൃത്യമായി വായിച്ചു വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ കൂലി വർക്കർ അടുത്ത പരീക്ഷയാണ് 20/5/2024 നടന്ന പരീക്ഷയിലുള്ള നമ്മുടെ ചോദ്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 19 അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഭരണഘടനാപരമായി പ്രതിവിധിക്കുള്ള അവകാശം പറയുന്നു. അല്ല. കാരണം എന്താണത്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായി പ്രതിവിധിക്കുള്ള അവകാശം പറയുന്നത്. ചൂഷണത്തിനെതിരായുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ 23 24 അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ഈ മതസ്വാതന്ത്ര്യമുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ 19 ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നതാണ്. എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സോ അവിടെ വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അവിടെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലെ? ഇനി ആർട്ടിക്കിൾ അല്ല, സോറി, 81ാമത്തെ ചോദ്യമാണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? വൺസ് അഗെയിൻ സ്വത്തവകാശം. ഓക്കെ, 44ാം ഭരണഘടനാ ഭേദഗതി 1978 അല്ലെ? വായിച്ച് കേട്ട് നമ്മൾ മടുത്തു സ്വത്തവകാശം. ഓക്കെ, സോ ഇനി അത് തെറ്റിക്കരുത്. തെറ്റിച്ചാല് എല്ലാവരും ഇടിമേടിക്കും. ഓക്കെ, ദെൻ 82ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 82ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. USA അല്ലെ അമേരിക്ക US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. USA യിലാണ്. USA യിലെ ബിൽ ഓഫ് റൈറ്റ്സ്. ഓക്കെ, ബിൽ ഓഫ്
റൈറ്റ്സിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലെ? സോ അമേരിക്കയാണ് നമ്മുടെ 82ാമത്തെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലെ? 83ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1977 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. ഓക്കെ, അപ്പൊ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചിട്ട് കമ്മിറ്റിയാണ് മൗലിക കടമകളെ കുറിച്ച് ശുപാർശ ചെയ്യുന്നതിനായിട്ട് രൂപീകരിച്ചിട്ട് കമ്മിറ്റിയാണ് ഇത് സൊറൻ സിംഗ് കമ്മിറ്റി. അപ്പൊ ഈ സൊറൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. ഓക്കെ അല്ലെ? അപ്പൊ കോൺഗ്രസ് പാർട്ടി, ഇന്ദിരാഗാന്ധി അധികാരത്തിലിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഇത് ഈ പറയുന്ന സൊറൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സൊറൻ സിംഗ് കമ്മിറ്റി ഏകദേശം 8 മൗലിക കടമകളാണ് നിർദ്ദേശിച്ചത്. ഓക്കെ, നിർദ്ദേശിച്ച 8 മൗലിക കടമകളും സ്വീകരിച്ചില്ല. അതിൽ കൂടുതൽ 10 മൗലിക കടമയായിട്ടാണ് നിലവിൽ വന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു ആശയം നിർദ്ദേശിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഇത് ഈ സൊറൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. സൊറൻ സിംഗ് കമ്മിറ്റി. ഓക്കെ അല്ലെ? അടുത്തത്, ഇന്ത്യൻ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? അല്ലെ, ജോയിന്റ് സിറ്റിംഗ് അല്ലെ, ജോയിന്റ് സിറ്റിംഗ് അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. അല്ലെ, അപ്പൊ ജോയിന്റ് സിറ്റിംഗ് അല്ലെങ്കിൽ എമർജൻസി സിറ്റിംഗിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 108 ആണ്. അല്ലെ, രാജ്യസഭയും ലോകസഭയും രണ്ടായിട്ടാണ് സമ്മേളനം ചേരുന്നത്. അല്ലെ, ചില പ്രത്യേക സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 സഭകൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിലോ മറ്റു കാര്യത്തിലോ 2 സഭകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ബില്ലിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി എന്ത് ചെയ്യും? ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കും. ഓക്കെ, രാഷ്ട്രപതിയാണ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു വലിയൊരു ടോപ്പിക്കാണ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പൊ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് 2 സഭകളും ഒന്നിച്ച് സമ്മേളിക്കുന്നതാണ്. അങ്ങനെ സമ്മേളിക്കുന്നത് വളരെ അപൂർവമാണ്. 3 പ്രാവശ്യം മാത്രം സമ്മേളിച്ച് ഇതുവരെ ബില്ല് പാസ്സാക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം എന്തായാലും കൂട്ടുകാരെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് സാധാരണഗതിയിൽ ബില്ല് എന്ന് പറയുന്ന സാധനം 2 സഭകളും സെപ്പറേറ്റ് വേണം പാസ്സാക്കാനായിട്ട്. 2 സഭയും സെപ്പറേറ്റ് പാസ്സാക്കിയിട്ട് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് ബില്ല് നിയമമായിട്ട് മാറുന്നത്. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ നമുക്കറിയാം ഒരു സഭ ഒരു ബില്ല് പാസ്സാക്കി 2ാമത്തെ സഭയിൽ എത്തുമ്പോൾ ബില്ല് അവിടെ പാസ്സാകാതിരിക്കും. ഓക്കെ, അപ്പൊ ബില്ല് ഡെഡ് ലോക്കിലേക്ക് പോകും. ഓക്കെ, ഇനി ഒരു സഭ പാസ്സാക്കിയ ബില്ല് 2ാമത്തെ സഭയിൽ എത്തുമ്പോൾ അവരെന്ത് ചെയ്യും? അത് പെൻഡിങ്ങിൽ വെക്കും. അപ്പൊ വീണ്ടും ബില്ല് എന്ത് ചെയ്യും? വീണ്ടും ഡെഡ് ലോക്കിലേക്ക് പോകും. ഓക്കെ, ചില സമയത്ത് ഒരു സഭ പാസ്സാക്കിയിട്ട് ആ ബില്ല് 2ാമത്തെ സഭയിൽ എത്തുമ്പോൾ 2ാമത്തെ സഭ എന്ത് ചെയ്യും? അത് ഭേദഗതി വരുത്തി അത് പാസ്സാക്കും. ഓക്കെ, ആ ഭേദഗതി 1ാമത്തെ സഭ അംഗീകരിക്കുന്നില്ലെങ്കിൽ വീണ്ടും ബില്ല് എന്ത് ചെയ്യും? ഡെഡ് ലോക്കിലേക്ക് പോകും. ഡെഡ് ലോക്ക് മീൻസ് ബില്ലിന് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. 2 സഭയും പാസ്സാക്കിയാൽ മാത്രമേ ബില്ലിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പൊ ബില്ല് ഇങ്ങനെ ഡെഡ് ലോക്കിൽ വീണ് കിടക്കുന്ന സമയത്ത് രാഷ്ട്രപതി എന്ത് ചെയ്യും? ബില്ല് അതിനൊരു തീരുമാനത്തിൽ എത്തേണ്ട ബില്ലാണ് എന്ന് രാഷ്ട്രപതിക്ക് തോന്നിയാൽ രാഷ്ട്രപതി ആ സമയത്ത് ജോയിന്റ് സിറ്റിംഗിന് വിളിക്കും. ജോയിന്റ് സിറ്റിംഗിൽ വെച്ച് ഈ ബില്ല് അവതരിപ്പിക്കും. എന്നിട്ട് പാസ്സാകുന്നതാണെങ്കിൽ പാസ്സാകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബില്ല് റിജക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ജോയിന്റ് സിറ്റിംഗിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 108 ആണ്. ഓക്കെ അല്ലെ കൂട്ടുകാരെ? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി ഒരു വിശദമായ ഒരു ക്ലാസ് വേണമെങ്കിൽ യൂട്യൂബിൽ ഇടാം. കാരണം നല്ലൊരു അടിപൊളി ടോപ്പിക്കാണത്. അതിനെപ്പറ്റി ഒരു നല്ലൊരു ക്ലാസ് വേണമെങ്കിൽ യൂട്യൂബിൽ ഇടാം. ഓക്കെ, പിന്നെ അടുത്തത് അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് ഓർഗനൈസർ പരീക്ഷയാണ്. 2024 അല്ലെ 5-ാം മാസം 25-ാം തീയതി നടന്ന പരീക്ഷയാണ്. നേരെ തിരിച്ചു വായിച്ചു അല്ലെ, 25/5/2024 നടന്ന പരീക്ഷയാണ്. 85ാമത്തെ ചോദ്യം. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതാണ്? 1949 നവംബർ 26 മുതൽ. അതൊരു നല്ലൊരു കെടിലൻ ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അതായത് നമുക്കറിയാം ഭരണഘടന നിലവിൽ വരുന്ന 1950. ഇത് പറയാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 1950 ജാനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നതും പൂർണ്ണമായിട്ടുള്ള എല്ലാ അനുച്ഛേദങ്ങളും നിലവിൽ വരുന്നത്. ഭരണഘടന നിലവിൽ വന്നത് അല്ലെങ്കിൽ 395 അനുച്ഛേദങ്ങൾ നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് കുറച്ച് അനുച്ഛേദങ്ങൾ നിലവിൽ വന്നിരുന്നു. ഓക്കെ, ആ കുറച്ച് അനുച്ഛേദങ്ങളിൽ നിലവിൽ വന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ പൗരത്വവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമായിരുന്നു. ഇപ്പൊ ആർട്ടിക്കിൾ 324 നിലവിൽ വന്നതാണ്. ആർട്ടിക്കിൾ 324 എന്ന് വെച്ചാൽ പൗരത്വവുമായി ബന്ധപ്പെട്ട കുറച്ച് അനുച്ഛേദങ്ങൾ, ഓക്കെ, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് അനുച്ഛേദങ്ങൾ, പാർലമെന്റ് പ്രൊവിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് അനുച്ഛേദങ്ങൾ, അങ്ങനെ കുറച്ച് അനുച്ഛേദങ്ങൾ മാത്രം 1949 നവംബർ 26-ന് നിലവിൽ വന്നിരുന്നു എന്ന് അറിഞ്ഞിരിക്കുക. സോ പൗരത്വവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ നേരത്തെ നിലവിൽ വന്നിരുന്നു. കാരണമുണ്ടായിരുന്നു. ഹെഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതിയോട് കൂടിയാണ് ഭരണഘടന നിലവിൽ വരുന്നത്. ഓക്കെ, സോ രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തുകൊണ്ട് നിലവിൽ വരാനായിട്ട് രാഷ്ട്രപതിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ള എല്ലാ ആർട്ടിക്കിളുകളും അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു? നിലവിൽ വരുത്തി. ഓക്കെ, അതിനുശേഷം 1950 ജനുവരി 25-ന് രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിട്ട് 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. സോ അതും വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് വിശദമായിട്ട് വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ അടുത്ത 86-ാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശ
വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം. ഓക്കെ, വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം ഏത്? ആർട്ടിക്കിൾ 14 ഓക്കെ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അപ്പൊ അവിടെ അത് ശരിയല്ലേ? ഇവിടെ ഒരു വിദേശി വന്നിട്ട് ഇവിടെ ഒരു ക്രൈം നടത്തി ഒരാളെ കൊന്നിട്ട് അല്ലെ അവനങ്ങ് തിരിച്ചു പോകാൻ സാധിക്കുമോ? ഇല്ല. നമ്മുടെ നിയമ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് അവർക്ക് അല്ലെങ്കിൽ അവർ കടന്നു പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, അവിടെ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ അല്ലെ? അപ്പൊ എല്ലാവരും നിയമത്തിന് ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അവിടെ ടെറിട്ടറിക്കകത്ത് മാത്രമാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ വിദേശിയാണോ സ്വദേശിയാണോ അത് പ്രശ്നമല്ല. അപ്പൊ ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും എന്താണ്? സമന്മാരാണ്. സോ ആർട്ടിക്കിൾ 14 അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇവിടെ ആർട്ടിക്കിൾ 15 ഉണ്ട്, 16 ഉണ്ട്, ആർട്ടിക്കിൾ 19 ഉണ്ട്. അതൊക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിട്ടുള്ള എന്താണ് മൗലിക അവകാശങ്ങളാണ്. ഓക്കെ അല്ലെ? 87ാമത്തെ ചോദ്യം ഏതാ കൂട്ടുകാരെ? ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത് 1971 അല്ലെ. ഒന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയ 1962. ഓക്കെ, അവസാനത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് അടിയന്തരാവസ്ഥ 1962, സെക്കൻഡ് 1971, തേർഡ് 1975. ഓക്കെ അല്ലെ? ഓർത്ത് വെച്ചോണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇതിൽ ഏറ്റവും ഡേഞ്ചർ 1975 മൂന്നാമത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയായിരുന്നു ഏറ്റവും ഡേഞ്ചർ. എന്ന് വെച്ചാൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തന്നെ അത് പിൻവലിക്കാതെ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ അല്ലെ? അപ്പൊ 87ാമത്തെ ചോദ്യം കഴിഞ്ഞ് 88ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അങ്ങ് പോയോ? ഓക്കെ, 88ാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ഓക്കെ, താഴെ പറയുന്ന ഇനങ്ങളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ഓക്കെ, പോസ്റ്റുകളും ടെലിഗ്രാഫും, പോലീസ്, പൊതുജനാരോഗ്യം. ഓക്കെ, അതൊന്നുമില്ല. സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസുമാണ് എവിടെയുള്ളത്? കൺകറന്റ് ലിസ്റ്റിലുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കൂട്ടുകാരെ, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ഈ 3 ലിസ്റ്റും പഠിക്കണം. ആ 3 ലിസ്റ്റിലും ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. എല്ലാ കാര്യവും കാട് കയറി പഠിക്കുന്ന കാര്യമില്ല. പക്ഷേ PSC പരീക്ഷയിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണം. എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ എല്ലാ വിഷയങ്ങളും ഓവറോൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത മറ്റൊരു പരീക്ഷയിലേക്ക് വന്നു. 8/6/2024 ചോദിച്ചതാണ്. പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയാണ്. ഓക്കെ, സോ പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? നീതി ആയോഗ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ ആ ചോദ്യങ്ങളൊന്നും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് എക്കണോമിക്സിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം മാത്രമേ ഇവിടെ കേട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ ചോദ്യങ്ങളും എക്കണോമിക്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് നിരന്തരം ചോദ്യം വരുന്നത് തന്നെയാണ്. ഈ ഒരൊറ്റ ചോദ്യമല്ല, മറ്റു ചോദ്യ പേപ്പറുകളുണ്ട്. ഓക്കെ, അത് എക്കണോമിക്സിന്റെ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറ്റി, അല്ലെങ്കിൽ ആ കൂടെ ആണ് ഇത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നീതി ആയോഗാണ് അതിന്റെ ആൻസർ വരുന്നത്. ദെൻ 90ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കണം. ഓക്കെ, ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക് 42ാം ഭേദഗതിയിലാണ്. 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ലോകസഭയുടെയും രാജ്യസഭയുടെയും കാലാവധി ഉയർത്തി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം രാജ്യസഭയ്ക്ക് എന്തില്ല? കാലാവധി ഇല്ല. അതൊരു പെർമനന്റ് സഭയാണ്. സോ അതിന് കാലാവധി ഉയർത്തി കുറച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, ദെൻ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ശരിയാണ്. സംസ്ഥാന വിഷയത്തിൽ കടന്ന 5 വിഷയങ്ങൾ എടുത്ത് എങ്ങോട്ടിട്ടു? ഓക്കെ, ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിലേക്ക് എടുത്തിട്ടു 42ാം ഭേദഗതിയിലൂടെ. ശരിയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ശരിയാണ്. കണ്ടോ, വീണ്ടും സ്വത്തവകാശം. ഓക്കെ അല്ലെ? ഇനി 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി അല്ല അല്ലെ? ഓക്കെ, അപ്പൊ തെറ്റാണ്. ഓക്കെ അല്ലെ? അപ്പം ഈ പറയുന്ന ഡിയും തെറ്റാണ്. അപ്പം നമുക്ക് ആൻസർ വരുന്ന ബിയും സിയും ആണ് എന്ത് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്. സോ ആൻസർ ഏത് വരും? ഈ ബി വരും. ആൻസർ ഏതാണ്? ഈ ബി ആണ്. ഓക്കെ അല്ലെ? ഓക്കെ കൂട്ടുകാരെ, ആ സമയത്ത് ആരാ പ്രസിഡന്റ്? ഫക്രുദ്ദീൻ അലിയാണ് പ്രസിഡന്റ് അല്ലെ? ഫക്രുദ്ദീൻ അലി ആയിരുന്നു ആ സമയത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി സമയത്ത്. ഓക്കെ കൂട്ടുകാരെ, ഇനി 91ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 91ാമത്തെ ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ സ്വാധീകരിക്കുക. ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. തെറ്റാണ്. ലോകസഭ സ്ഥിരം സഭയല്ല, രാജ്യസഭയാണ് സ്ഥിരം സഭ എന്ന് പറയുന്നത്. ഓക്കെ, ബി രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. ശരിയായ പ്രസ്താവനയാണോ? അല്ല,
തെറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. ശരിയാണ്, 543 ആണുള്ളത്. ശരിയാണ്. ഓക്കെ അല്ലെ? രണ്ടുപേരും നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിരുന്നു, ഇപ്പൊ അത് ഇല്ല, ഒഴിവാക്കി. സോ 543 തന്നെയാണ് സീറ്റുകളുടെ എണ്ണം. ഓക്കെ, നിയോജക മണ്ഡലങ്ങൾ മാത്രമല്ല, സീറ്റുകളുടെ എണ്ണം തന്നെയാണ്. ഓക്കെ, രാജ്യസഭയുടെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. തെറ്റാണ്. ഓക്കെ, അപ്പൊ പ്രസ്താവനകൾ സാധൂകരിക്കുക എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ശരിയായിട്ടുള്ളതായിരിക്കും, തെറ്റായിട്ടുള്ളതായിരിക്കും ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പറയുന്നത് BCD തെറ്റ്. ഓക്കെ, BCD തെറ്റ് എന്ന് പറയുമ്പോൾ C ശരി വരുന്നുണ്ട്. സോ ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ ശരി ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അത് എങ്ങനെ ആൻസർ കണ്ടെത്തുക എന്ന് പറയുകയാണ്. ABC തെറ്റ്. എയും ബിയും തെറ്റാണ്, പക്ഷെ C ശരിയാണ്. സോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഇത് ശരിയാണ്. A തെറ്റ്, B തെറ്റ്, D തെറ്റ്. ശരിയാണ്. ആ ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ട് ബാക്കി ഇഗ്നോർ ചെയ്തു എന്നുള്ള കാര്യം പറയാം. ഇവിടെ ഉണ്ട്, അടുത്ത ഈ D ഉണ്ടോ, ACD തെറ്റ്. ACD തെറ്റെന്നാണ് പറയുന്നത്. അപ്പൊ C അവിടെ ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യവും വരാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്, താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റേത് എന്ന് ചോദിക്കുന്നതിനൊപ്പം തന്നെ ആ പ്രസ്താവനകൾ നോക്കിയിട്ട് ഓപ്ഷനിൽ ശരിയും തെറ്റും തരാനും സാധിക്കും. ഓക്കെ, സോ അങ്ങനെ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ഇത് നോക്കി വെക്കുക. രാജ്യസഭയാണ് സ്ഥിരം സഭ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ ചോദ്യത്തിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ലോകസഭയുടെയും രാജ്യസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തിൽ ഉയർത്തിയ ഭേദഗതി 42ാം ഭേദഗതിയാണെന്ന്. ഓക്കെ, അവിടെ അത് ശരിയാക്കി പറഞ്ഞില്ല. അപ്പൊ അവിടെ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ഏതിന്റെയൊക്കെയാണ്? ലോകസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, ലോകസഭയും സംസ്ഥാന നിയമസഭയും, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പൊ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് ഇത്. 42ാം ഭരണഘടനാ ഭേദഗതി 1976 എന്ന് പറയും. ഓക്കെ അല്ലെ? പിന്നെ 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് സംഭവിച്ചു? ഇത് വീണ്ടും പുനർസ്ഥാപിച്ചു. എന്ന് വെച്ചാൽ 6 വർഷത്തിൽ നിന്ന് വീണ്ടും എത്രയായി? 5 വർഷമായിട്ട് താഴ്ത്തി. ഓക്കെ, 44ാം ഭേദഗതിയിലൂടെ പുനർസ്ഥാപിച്ചു. ഓക്കെ അല്ലെ? സോ ആ ഒരു പ്രസ്താവന നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 92ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓക്കെ, അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഭാഗത്തിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആമുഖത്തിൽ പറയുന്നില്ല, മൗലിക അവകാശങ്ങൾ പറയുന്നില്ല, മൗലിക കടമയിൽ പറയുന്നില്ല. നിർദ്ദേശിക തത്വങ്ങളിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം പറയുന്നുണ്ട്. അത് പറയുന്ന നിർദ്ദേശിക തത്വങ്ങളിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? ഇനി അടുത്ത ചേരുംപടി ചേർക്കാൻ മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നു. നമുക്ക് ചേരുംപടി ചേർക്കാം. ഓക്കെ, ഇതിൽ എന്താണ് ഇവിടെ ആശയം കൊടുത്തിട്ടുണ്ട്? അത് ഏത് രാജ്യത്ത് നിന്നും കടമെടുത്തിട്ടുണ്ട്, എടുത്ത ആശയമാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലെ? അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ നേരെ ജർമ്മനിക്ക് വിട്ടു കേട്ടോ. അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള അവിടെയല്ലേ? ഹിറ്റ്ലർ പോലുള്ള അടിയന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ജർമ്മനിയാണ്. സോ അടിയന്തരാവസ്ഥ ജർമ്മനി. ഓക്കെ, വേറെ ഒന്നും ആലോചിക്കേണ്ട. അടിയന്തരാവസ്ഥ ഹിറ്റ്ലറെ ഓർക്കുക, അടിയന്തരാവസ്ഥ എമർജൻസി. ഓക്കെ, അത് ജർമ്മനി. ഓക്കെ അല്ലെ? ദെൻ ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എത്രയാണ്? 1 വരുന്നത് അല്ലെ? ശരിയാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയുടെ ചുമതലകളൊക്കെ നമ്മൾ എവിടുന്ന് എടുത്തിരിക്കുന്നത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. സോ ഏതാണ്? 4 ആണെന്ന് അറിഞ്ഞിരിക്കുക. അവശിഷ്ട അധികാരങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാനഡയാണ്. 3 അല്ലെ? അപ്പൊ 2, 1, 4, 3 2, 1, 4, 3 അങ്ങനെയാണ് ഇവിടെ ആൻസർ D വന്നിരിക്കുന്നത്. ഓക്കെ അല്ലെ? സോ ആശയങ്ങൾ നോക്കുക. ആശയങ്ങൾ എടുക്കുമ്പോൾ PSC കൂടുതലും എടുക്കുന്നത് കണ്ടോ, ഇത് തന്നെയാണ് എടുക്കുന്നത്. ഭരണഘടനാ ഭേദഗതി, അടിയന്തരാവസ്ഥ, അവശിഷ്ട അധികാരങ്ങൾ, മൗലിക കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശിക തത്വങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും PSC എടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ കടമെടുത്ത ആശയങ്ങൾ നമുക്ക് 1 മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് വിട്ടങ്ങ് PSC അധികം ചോദ്യങ്ങളൊന്നും ഈ പറഞ്ഞ പരീക്ഷകളിൽ, ഓക്കെ, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ചോദിച്ചില്ല. ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കടുപ്പിച്ച് ചോദിക്കും. പക്ഷേ ഇത്രയൊക്കെയാണ് മിക്കവാറും പരീക്ഷകളൊക്കെ PSC ചോദിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന കമ്മീഷനിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് വെച്ചാൽ അതുമായി പഠിക്കാൻ ബന്ധപ്പെട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മീഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കാരിക കമ്മീഷനാണ്. സർക്കാരിക കമ്മീഷൻ. ഓക്കെ, സർക്കാരിക കമ്മീഷനാണ് 94ാം ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്. സോ സർക്കാരിക കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷനാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് ഇത് സർക്കാരിക കമ്മീഷൻ പറയുന്നത്. ഓക്കെ, ഇനി 15/6/2024 നടന്നൊരു പരീക്ഷയാണ്, നമുക്ക് നോക്കാം.
ഓക്കെ, അതിൽ 95ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ എന്ന് വെച്ചാൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് ആര്? ഭരണഘടന ആരാണ്? പ്രേം ബിഹാരി നരയൻ റൈസാഡ. അപ്പൊ സ്വന്തം കൈപ്പടയിൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? പ്രേം ബിഹാരി നരയൻ റൈസാഡ. റൈസാഡ കാണും, ചിലപ്പോൾ സക്സേന എന്നും കാണും കേട്ടോ. പ്രേം ബിഹാരി നരയൻ സക്സേന എന്ന് വന്നാലും ആൻസർ ശരിയാണ്. പ്രേം ബിഹാരി നരയൻ റൈസാഡ എന്ന് വന്നാലും ആൻസർ ശരിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരയൻ റൈസാഡയാണ്. ഇംഗ്ലീഷ് ഭരണഘടന ഇറ്റാലിക്സ് വേർഡ്സിൽ എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റാലിക് വേർഡ്സിൽ എഴുതിയിരിക്കുന്നത് ഈ പ്രേം ബിഹാരി നരയൻ റൈസാഡയാണ്. ഇനി ഒരു ഹിന്ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇതോടൊപ്പം തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് വസന്ത കൃഷ്ണ വൈദ്യയാണ്. വസന്ത കൃഷ്ണ വൈദ്യയാണ് ഹിന്ദി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഭരണഘടന ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓക്കെ, നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ്. ഓക്കെ, നന്ദലാൽ ബോസ് ആണ് ഡെക്കറേറ്റ്, കവർ പേജ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? നന്ദലാൽ ബോസ് ആണെന്ന് അറിഞ്ഞു. നന്ദലാൽ ബോസ് ആണ് കവർ പേജ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, പ്രേം ബിഹാരി നരയൻ റൈസാഡയാണ് എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ് ആണ്. ഹിന്ദി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നത് ഓക്കെ, ഹിന്ദി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ വസന്ത കൃഷ്ണ വൈദ്യയാണ്. വസന്ത കൃഷ്ണ വൈദ്യയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തൊരു ചോദ്യ പേപ്പർ ഓഫീസർ അറ്റൻഷൻ ഗ്രേഡ് 2 പരീക്ഷ എന്നുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 42ാം ഭേദഗതിയിലൂടെ മാത്രമാണ് ഈ പറയുന്ന ആമുഖം അമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു തവണ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. തൊട്ട് മുമ്പത്തെ ചോദ്യം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഭരണഘടന സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് പ്രേം ബിഹാരി നരയൻ റൈസാഡയാണ്. ഹിന്ദി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് വസന്ത കൃഷ്ണ വൈദ്യയാണെന്ന് പറഞ്ഞു. ഡെക്കറേറ്റ് ചെയ്ത് കവർ പേജ് ഡെക്കറേറ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഒരു കാര്യങ്ങളുണ്ട്, ഭരണഘടന ഡെക്കറേറ്റ് ചെയ്ത ഒരു വ്യക്തിയുണ്ട്, ബി രാം മനോഹർ സിൻഹ. ആരാണ്? ബി രാം മനോഹർ സിൻഹ കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഡെക്കറേറ്റ് ചെയ്ത ആമുഖം ഡെക്കറേറ്റ് ചെയ്താണ്. ഞാൻ ആമുഖത്തിന് ചോദ്യം കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ആമുഖം ഡെക്കറേറ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ബി രാം മനോഹർ സിൻഹയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ നന്ദലാൽ ബോസും ബി രാം മനോഹർ സിൻഹയും ചേർന്നാണ് എന്ത് ഭരണഘടന ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലെ? സോ ആമുഖം ഒരു തവണയാണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലെ? 97ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്? അല്ലെ, അത് റിപ്പീറ്റഡ് ചോദ്യമാണ്. മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യ അല്ലെങ്കിൽ USSR ആണ്. ചിലപ്പോൾ USSR എന്നായിരിക്കും ചോദിക്കുന്നത്. റഷ്യ അല്ലെങ്കിൽ USSR നിന്നാണ് നമ്മൾ മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. 98ാമത്തെ ചോദ്യത്തിലേക്ക് ഇറങ്ങാൻ കൂട്ടുകാരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? അല്ലെ, അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? KM മുൻഷിയാണ്. അപ്പൊ ആമുഖത്തെ പലരും പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? KM മുൻഷിയാണ്. ആരാണ്? KM മുൻഷിയാണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം ഇതാണ്. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദമേത്? 338B ആണ്. ഓക്കെ, അപ്പൊ 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ 338B ആണ്. ബി അല്ലെ, ബി ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ബി ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക, ബാക്ക്വേർഡ് ക്ലാസ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഓക്കെ, ആ പിന്നോക്ക വിഭാഗ കമ്മീഷനെ ഒരു ഭരണഘടനാ സ്ഥാപനമാക്കി മാറ്റിയ ഭേദഗതി കൂടിയാണ് ഇത് 102ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ അല്ലെ? അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 338 കാണാൻ സാധിക്കുന്നതിന്റെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. അല്ലെ, 338 ആർട്ടിക്കിൾ 338A കാണാൻ സാധിക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. അല്ലെ, 338A എന്ന് പറയും. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 338B വന്നാൽ എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. പിന്നോക്ക വിഭാഗ കമ്മീഷനെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് ഈ 338B എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഒന്ന് പഠിച്ചു വെച്ചോ. 100ാമത്തെ നമ്മൾ സെഞ്ചുറി അടിക്കാൻ പോകട്ടെ. 100ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു തരുന്ന
വരുന്ന അനുച്ഛേദം ഏത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമല്ലേ, അവിടെ കൂടുതൽ കാര്യമൊന്നും പറയാനില്ല. 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ പറയുന്ന ആർട്ടിക്കിൾ 21A. കൂട്ടുകാർ, ഇതാണ് ഈ റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദ്യം അല്ലെ, എത്ര തവണ ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചു. അപ്പൊ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്താണ് ഒരു 10 മാർക്ക് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നിങ്ങൾ 4-5 മാർക്ക് വരെ നിങ്ങൾ എന്ത് ചെയ്യും, നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, 101 യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റ് അല്ലെ, 3 ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, വാർത്താവിനിമയം, ജനസംഖ്യാ നിയന്ത്രണം, ക്രമസമാധാനം, ഈ പറയുന്ന വൈദ്യുതി, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. അപ്പൊ വാർത്താവിനിമയം മാത്രമാണ് എന്ന് ഈ പറയുന്ന നമ്മുടെ എന്താണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് വാർത്താവിനിമയം മാത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 102ാമത്തെ ചോദ്യം എന്താണ്? വുമൺ പോലീസ് കോൺസ്റ്റബിളിന്റെ ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. 102. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരിയാണ്. ഇത് ഈ ഒരു കാര്യം PSC പരീക്ഷയിൽ 2-3 സ്ഥലത്ത് നമുക്ക് ഈ ഒരു ചോദ്യം കണ്ടല്ലേ. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭകൾ നേരിട്ട് തെരഞ്ഞെടുപ്പെട്ടവരാണ്. നേരിട്ട് മാത്രമല്ല, കുറച്ചുപേരെ എന്താണ് നമുക്കറിയാം, നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ ഓക്കെ വന്ന കുറച്ച് ആൾക്കാർ, നാട്ടുരാജ്യങ്ങളൊക്കെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് വന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട്. എല്ലാവരും ഇലക്ടഡ് മെമ്പേഴ്സ് അല്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് 3. സമിതി രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. പൂർണ്ണമായും ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരി. അങ്ങനെ ഏത് വരും ആൻസർ B ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലെ? ഓർത്തിരിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന 1946 ഡിസംബർ 9 ഡിസംബർ 9 പ്രഥമ സമ്മേളനം നടക്കുന്നു. ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഓക്കെ, 103ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. കുറ്റാരോപിതൻ, കുറ്റക്കാരൻ എന്ന് പറയാൻ സാധിക്കില്ല അല്ലെ. കോടതി കുറ്റക്കാരനായി വിധിച്ചാൽ മാത്രമേ അദ്ദേഹം തെറ്റ് ചെയ്ത ആളായിട്ട് കണക്കാക്കുകയുള്ളൂ. അതുവരെ കുറ്റാരോപിതനാണ്. ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല അല്ലെ. ഒരു വ്യക്തിയെ ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ശരിയാണ്. ഓക്കെ, ഇനി ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടി കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ മുൻകാല പ്രാബല്യത്തോടു കൂടി അല്ലെ, ഇല്ലെങ്കിൽ ഈ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തി കുറ്റം ചെയ്യുന്ന സമയത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം മാത്രമേ അയാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന IPC ആണ് അല്ലെ. ഇന്ത്യൻ ന്യായ സംഹിത വരുന്നതിന് മുമ്പ് IPC ഇന്ത്യൻ പീനൽ കോഡാണ് ഉണ്ടായിരുന്നത്. ജനുവരി 1 മുതലാണ് ഈ പുതിയ നിയമ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. അവിടെ കുറെ നിയമത്തിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജനുവരി 1 ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ ആ നിയമം എന്തുള്ളൂ, പ്രാബല്യത്തിൽ വരത്തുള്ളൂ. അതിന് മുമ്പുള്ള കുറ്റകൃത്യങ്ങൾക്കൊക്കെ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന നിയമപ്രകാരമുള്ള ശിക്ഷ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കരുത്. ഒരു വ്യക്തിയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ എന്ത് ചെയ്യരുത്, നിർബന്ധിക്കരുത്. അപ്പൊ ഒരു കുറ്റാരോപിതന് സംരക്ഷിക്കപ്പെടേണ്ട കുറച്ച് അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇവിടെ ഈ ഒരു പ്രസ്താവന ശരിക്കും പറഞ്ഞാൽ നമ്മൾ NCERT ബുക്കില് +1 +2 ബുക്കില് കൃത്യമായിട്ട് ഈ പ്രസ്താവന ഇതേപടി കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ 104ാമത്തെ ചോദ്യം. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ഏതൊരു 73ാം ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ശരിയാണ്. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ശരിയാണ്. 3-1 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. ശരിയാണ്. ഓക്കെ, 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. 29 വിഷയങ്ങളാണ് 11ാം പട്ടികയിലുള്ളത്. 11ാം പട്ടികയിൽ പറയുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അവരുടെ ചുമതലകളെ പറ്റി പറയുന്ന പട്ടികയാണ് ഈ പറയുന്ന 11ാമത്തെ പട്ടിക എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 പ്രസ്താവനയും ശരിയാണ്. സോ ആൻസർ ചെയ്ത് വരും. എല്ലാ പ്രസ്താവനയും ശരിയാണ് എന്നുള്ള ആൻസർ ആണ് വരുന്നത്. ഓക്കെ, 105ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ കൂട്ടുകാരെ. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തതാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ C ആണ് വരുന്നത്. ഓക്കെ, ഇനി 106ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഗവൺമെന്റ് മുഖ്യ നിയമ ഉപദേശകൻ ആരാണ്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാണ്? അറ്റോർണിക് ജനറൽ ആണെന്ന് അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾ 76 അറ്റോർണിക് ജനറലിനെ പറ്റി പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണിക് ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം പാർലമെന്റ് സമ്മേളനത്തിൽ
പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും, അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കും, ഓക്കെ, ചർച്ചകളിൽ പങ്കെടുക്കാൻ സാധിക്കും. പക്ഷെ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. എന്ന് വെച്ചാൽ ഒരു ബില്ലൊക്കെ പാസ്സാക്കുന്ന സമയത്ത്, തീരുമാനം എടുക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇദ്ദേഹത്തിന് സമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കാനുള്ള അധികാരമുള്ള ഒരു വ്യക്തി കൂടിയാണ് ആര് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക, ഹീസ് എ ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ആര് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? ഇനി അടുത്തത് UP സ്കൂൾ ടീച്ചർ എക്സാം നടന്നത് 6/7/2024, ലേറ്റസ്റ്റ് ആണ് കേട്ടോ. 107ാമത്തെ ചോദ്യം, രാഷ്ട്രപതി ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ രാഷ്ട്രപതിയുടെ ചുമതലയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ രാഷ്ട്രപതിയുടെ ചുമതലയാണ്. സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയുടെ ചുമതലയാണ്. ഓക്കെ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക രാഷ്ട്രപതിയുടെ ചുമതലയാണ് അല്ലെ. ഇവിടെ രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക തെറ്റാണ്. അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഉപരാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെയാണ് അല്ലെ. ഓക്കെ, വൈസ് പ്രസിഡന്റിന്റെ ചുമതലയാണ് എന്ത് രാജ്യസഭയുടെ അധ്യക്ഷനായി ഇരിക്കുക എന്നുള്ളത്. വൈസ് പ്രസിഡന്റ് ചുമതലയാണ്, രാഷ്ട്രപതിയുടെ അല്ല എന്നറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ. സോ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. ഓക്കെ, 108ാമത്തെ ചോദ്യം മറ്റൊരു പരീക്ഷയാണ്. പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചറാണ്. 28/6/2024 നടന്നൊരു പരീക്ഷയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഏതാണ്? ഭാഗം 4 നിർദ്ദേശിക തത്വങ്ങളാണ്. ഓക്കെ, അപ്പൊ നിർദ്ദേശിക തത്വങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 45-ലാണ്. ഓക്കെ, ആർട്ടിക്കിൾ 45-ലാണ് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും പറയും. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 45 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും പറയുന്നുണ്ട്. സോ ഇതിനെപ്പറ്റി പറയുന്ന ഭാഗം എന്ന് വെച്ചാൽ ഭാഗം 4 നിർദ്ദേശിക തത്വങ്ങളാണ്. അപ്പൊ കൂട്ടുകാരെ 108 ചോദ്യങ്ങളാണ് ഇതുവരെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട. ഏറ്റവും അവസാനം 28/6/2024 പരീക്ഷ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് അതിന് മുമ്പ് അല്ലെ 7ാം മാസത്തിൽ നടന്ന പരീക്ഷയും നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പം ഏറ്റവും അവസാനം നടന്ന പരീക്ഷകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 7ാം മാസം നടന്ന പരീക്ഷ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2024 കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകൾ ചോദിക്കപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ എല്ലാ വിഷയങ്ങളുടെയും അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഒറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഇനി LGSന് വേണ്ടി മാത്രമായിട്ട് LGSന് മുൻവർഷ ചോദ്യങ്ങൾ GK ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ് ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണ്. അപ്പൊ കൂട്ടുകാരെ, സോഡിയക് PSC അക്കാഡമിയുടെ പുതിയ ആപ്പ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നല്ല മികച്ച ഓഫറുകളൊക്കെയാണ് നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും നമ്മൾ എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് ബൈ.